പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാജു ജെയിംസ്, അതുപോലെ തന്നെ അരുൺ, ഈ പരിപാടി പങ്കെടുക്കുന്ന ഉൾപ്പെടെ ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹകാരികളെ, എനിക്ക് തോന്നുന്നു 70ഓളം ആളുകൾ ഇവിടെ ചേർന്നിട്ടുണ്ട്. ബി പി പിള്ള സാർ ഉൾപ്പെടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മിനി മാഡം ചിലപ്പോൾ ജോയിൻ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആ നിലയിലൊക്കെ നമ്മുടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നിരവധിയായത് ഇത് 30ാമത്തെ പ്രോഗ്രാമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മൾ സഹകരണം എന്ന് പറയുന്നത് തന്നെ കൂട്ടായ്മയാണല്ലോ. അപ്പൊ ആ നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ കാര്യങ്ങൾ ഒരുമിച്ചിരിക്കാൻ തന്നെ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ശക്തിയായിട്ട് വേണം നമ്മൾ കണക്കിലെടുക്കാൻ. സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണ് സാർ. ഓക്കെ. അപ്പൊ ഇവിടെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതില് പിന്നെ ഞാനിപ്പോ ഈ രംഗത്ത് ഞാൻ ഇപ്പൊ കൂടുതൽ ഞാൻ ഈ സംഘത്തിന്റെ പ്രൊമോട്ടിംഗ് കമ്മിറ്റിയിൽ മുതൽ ആദ്യകാല ഭരണസമിതിയിൽ അംഗമായി, പിന്നെ അങ്ങനെ 35 വർഷം കഴിഞ്ഞ് 24 മെയ് 30-നാണ് ഞാൻ സർവീസിൽ നിന്നും വിരമിച്ചത്. ഇപ്പോഴും ഞാൻ 35 വർഷമായിരുന്ന സെക്രട്ടറി സ്ഥാനം അതേ കസാലിരുന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 1/6 മുതൽ ഗവൺമെന്റ് വീണ്ടും ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൺസോർഷ്യത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരുന്നതിന് വേണ്ടി എന്നെ റീഅപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സഹകരണ മേഖലയിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഇത്രയും കാലം, കാരണം എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്താണല്ലോ ഞാൻ ഇതെല്ലാം നിർവഹിച്ചത്. അപ്പൊ ആ നിലയിലാണ് ഈ മുറ്റത്തുമുല്ലയും അതുപോലെയുള്ള ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങളും സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ വിവരിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പ്രായോഗികമായിട്ട് പല ഇതുമായി ബന്ധപ്പെട്ട പല അറിവുകളും പല സംശയങ്ങളും പങ്കുവയ്ക്കാനുണ്ടാവും. അതും കൂടെ പങ്കുവയ്ക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത് ഒരു പൂർണ്ണതയിലെത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ 2018 പൊതുവെ ഈ ബ്ലേഡ് മാഫിയ നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നിങ്ങളുടെ എല്ലാ പ്രദേശത്തെയും സ്ഥിതി വ്യത്യസ്തമല്ല, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാടിനോട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. അപ്പൊ ആ നിലയിലൊക്കെ പാലക്കാട് ഉള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറെ ആളുകൾ വന്ന് ഈ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരു ഏർപ്പാട് വളരെ നാടൻ ശൈലിയിൽ, പ്രത്യേകിച്ച് അതിന് വളരെ അവരുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂലിപ്പണിക്കാരാണ്. സാധാരണഗതിയിൽ ഒന്നിനും ഒരു തരത്തിലുള്ള സാമ്പത്തിക ചുറ്റുപാടുമില്ലാത്ത ആളുകളെ കണ്ട് അവരുടെ വീടുകളിൽ പോയി അവർക്ക് ആവശ്യമുള്ള തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, 1000 രൂപയാണ് കടം വാങ്ങുക, 5000 രൂപയാണ് കടം വാങ്ങുക, 10000 രൂപയാണ് ഒരു ഏറ്റവും വലിയ ഒരു പരമാവധി വലിയ വലിപ്പമുള്ള ലോണ്. അപ്പൊ ആ രൂപത്തിലൊക്കെ കടം കൊടുത്ത് വരുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് എല്ലായിടത്തും. അതിലിപ്പോ തമിഴ്നാട്ടുകാരെന്ന് പറയുന്നില്ല, നമ്മുടെ നാട്ടിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് അതൊരു സംവിധാനം, അത് 2 രീതിയിൽ ആ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, നല്ല കോർപ്പറേറ്റുകൾ നല്ല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രിക്കറ്റും അതുപോലെ IPL ഉൾപ്പെടെ എല്ലാം സ്പോൺസർ ചെയ്യാൻ ശേഷിയും പ്രാപ്തിയുമുള്ള നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും റിസർവ് ബാങ്കിന്റെയും അതുപോലെ തന്നെ മറ്റെല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നതും ഞാൻ ഈ പറയുന്ന ആദ്യ വിഭാഗത്തിൽപ്പെട്ടത് 2 രീതിയിലുള്ള ആളുകൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ ആ സാഹചര്യം നിലനിൽക്കുന്നു, എപ്പോഴും ഉണ്ട്, ഇപ്പോഴുണ്ട്, എല്ലാ സമയത്തും ഉണ്ട്. പക്ഷെ പാലക്കാട് ജില്ലയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 6 പേര് ആത്മഹത്യ ചെയ്തു ഒരേപോലെ. 6 പേര് ആത്മഹത്യ ചെയ്തതിന്റെ പിന്നിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ 6 പേരും ഈ കടം വാങ്ങിയ പണത്തിന്റെ ആഴ്ചയിലുള്ള പിരിവ് മടക്കിയടവ് നടത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരൊക്കെ ആത്മഹത്യ ചെയ്തതെന്നുള്ളൊരു യാഥാർത്ഥ്യം പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് ഈ ബ്ലേഡ് മാഫിയയുടെ, അത് വ്യക്തികളാവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളാവട്ടെ, അവരുടെ ആളുകൾ വീട്ടിൽ വന്ന് പണം കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ശനിയാഴ്ച വരുന്ന ആഴ്ചക്കാരൻ ശനിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ അവർ വരുന്ന സമയത്ത് ഈ
500 രൂപ 800 രൂപയോ എത്രയാണ് കൊടുക്കേണ്ടതെങ്കിൽ ആ തുക അവര് കരുതി വെക്കണം. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ തുക കരുതി വെക്കാൻ കഴിയാത്തപ്പോൾ അവരടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചു കൊടുക്കുക, എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു വിടും. ഈ ആഴ്ചക്കാരൻ വീട്ടിൽ നിൽക്കുന്ന കാഴ്ച അയൽവാസി കാണുന്നത് തീർച്ചയായിട്ടും ആ സാധാരണ പാവപ്പെട്ട ഗ്രാമീണനായിട്ടുള്ള ശുദ്ധ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യന് താങ്ങാൻ പറ്റാത്തൊരു അപമാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരാണെങ്കിലോ സൂര്യൻ അസ്തമിക്കണമെങ്കിൽ തിങ്കളാഴ്ച ആണ് പണം കൊടുക്കേണ്ടതെങ്കിൽ തിങ്കളാഴ്ച സൂര്യൻ അസ്തമിക്കണമെങ്കിൽ ഈ ഇൻസ്റ്റാൾമെന്റ് കിട്ടിയാലാണ് അവർ അവിടുന്ന് പോകുന്നുള്ള രീതിയിലാണ് അവരുടെ രീതി. അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കണ്ട. നിങ്ങൾക്കറിയാം, ഈ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പില് പിന്നെ പോയിട്ട് ഈ പരിപാടി നടത്തിയപ്പോ അന്നത്തെ നമ്മുടെ സഹകരണ സംഘ രജിസ്ട്രാറായിരുന്ന നൂസാർ അദ്ദേഹം പിന്നെ അതിൽ ചില നിയമപരമായിട്ടുള്ള നടപടി എടുത്ത കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ കോവിഡ് കാലത്ത് പോലും ദുരിതാശ്വാസ ക്യാമ്പിൽ അതാണ് അവരുടെ ഒരു മെക്കാനിസം. അവരുടെ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അവരുടെ ആഴ്ച ഏതാണെന്ന് വെച്ചാൽ അത് മുടക്കില്ല. അപ്പൊ ഈ അവസ്ഥ വന്നപ്പോൾ പണം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ മുരുകൻ കാട്ടാക്കട പറഞ്ഞ പോലെ പുറകിലെ മാവിൽ അതേപോലെയാണ് സംഭവിച്ചത്, കയറുക അങ്ങനെ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു മേഖലയിൽപ്പെട്ട സാധാരണ മനുഷ്യരെ അഡ്രസ് ചെയ്യേണ്ട ആരാണ്? നമ്മളാണ്. പക്ഷെ നമ്മളിതൊന്നും നമ്മുടെ ബിസിനസ് അല്ല, നമ്മളിതൊന്നും അറിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അന്നത്തെ മിനിസ്റ്റർ പാലക്കാട് ജയറായിരുന്ന പിന്നെ അന്ന് കടമളി സാറായിരുന്നു, അദ്ദേഹം പാലക്കാട് ജയർ MK ബാബു അദ്ദേഹത്തിന് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ലേ, എന്താണ് ഇതിന്റെ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ സഹകരണ മേഖലയിലെ അന്നത്തെ കാര്യങ്ങളിലൊക്കെ പിന്നെ എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിക്കുന്ന ഒരു രീതി പാലക്കാട്ടെ സഹകാരികൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ജയർ ഞങ്ങളൊക്കെ കൂടി ആലോചിച്ച് എന്നോട് പറഞ്ഞു ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കാണണം. അപ്പൊ ഞാൻ അങ്ങനെ ആണ് ഇതിന്റെ ഒരു രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇടപെടാമെന്നുള്ള ഒരു കാര്യം ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോ വലിയ 35 വർഷത്തെ സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ള സഹകാരിയാണ്. ഇപ്പൊ എന്നേക്കാളും കൂടുതൽ സൗകര്യങ്ങളുള്ള സെക്രട്ടറിമാരുണ്ടാവും, വലിയ ബാങ്ക് ആയിരം. ഇപ്പൊ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഒരാളോട് 1500 കോടിയൊക്കെ നിൽക്കുള്ള ഒരാളോട് ഒരു സാധാരണ മനുഷ്യൻ വന്ന് 10,000 ഉറുപ്പ്യ തരൂ എന്ന് പറഞ്ഞാൽ കഴിയാത്തൊരു സാഹചര്യം എന്താണ്? മെമ്പർഷിപ്പ് വേണം, ബോർഡ് കൂടണം, അപേക്ഷ തരണം തുടങ്ങിയിട്ടുള്ള 100 സാങ്കേതികങ്ങളിലേക്ക് നമ്മൾ പറയേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഒരു സാമ്പത്തിക സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വരുന്ന ആൾക്ക് അന്ന് തന്നെ വായ്പ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു റിയാലിറ്റി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രൂപ്പ് ഒരിക്കലും നമ്മുടെ ബാങ്കുകളിൽ വന്ന് ഒരു പിന്നെ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള വായ്പ വാങ്ങുന്ന ആളുകളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വീടുകളിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ഈ സാങ്കേതികം പിന്നെ ഇവർ മെമ്പർഷിപ്പിന് വരാൻ അവർ താല്പര്യമില്ല, അവർ അപേക്ഷ തരാൻ പറ്റുന്നവരല്ല, അവർ ബാങ്കിൽ വരാൻ താല്പര്യപ്പെടുന്നവരല്ല. അപ്പൊ അത്തരം ഗ്രൂപ്പിലുള്ള ആളുകളാണ് നമ്മളാണ് അവരെ സഹായിക്കേണ്ടത്. സമൂഹത്തിന്റെ താഴെ തട്ടിൽ കിടക്കുന്ന ആളുകളുടെ ഉന്നമനം നമ്മുടെ ലക്ഷ്യമല്ലേ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ IMBP 50 ലക്ഷം ആക്കി അങ്ങനെ ആ രൂപത്തിലുള്ള ഇവരൊന്നും ഒരിക്കലും നമ്മുടെ ഒരു പരിധിയിൽ അവർ ഉൾപ്പെടുന്നില്ല. 5,000 രൂപയുടെ 1,000 രൂപയുടെ 2,000 രൂപയുടെ ഒക്കെ ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് പുച്ഛവും പരിഹാസവും അല്ലാതെ വേറൊരു കാര്യവും ഇല്ല. അപ്പൊ ആ നിലയിലുള്ള ഒരു സാഹചര്യത്തെ എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ ലോൺ കൊടുത്തിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് മണ്ണാർക്കാട് ബാങ്ക്. അതിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അവാർഡ് കിട്ടാൻ വേണ്ടിയല്ല കൊടുത്തത്. ഇവിടെ കുടുംബശ്രീക്ക് ഗ്രീൻ ചാനലാണ്. ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അവരുടെ ആവശ്യം ഞങ്ങൾ നിറവേറ്റി കൊടുക്കും. അങ്ങനെ നിറവേറ്റി കൊടുക്കാൻ ഒരു കാരണമുണ്ട്. അത് ബാങ്കിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാരണമാണ്. ആ കാരണം എന്ന് പറയുന്നത് ഒരു കുടുംബശ്രീയിൽ ഒരു 10-20 ആളുകളെ ശരാശരി ഒരു 15 ആളുകൾ ഉണ്ടെങ്കിൽ ഈ 15 കുടുംബങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. മാത്രമല്ല കുടുംബശ്രീ എന്ന് പറയുന്നത് കേരളത്തിന്റെ റിയാലിറ്റിയിൽ നമ്മുടെ കാലിന് ചുവട്ടിലെ മണ്ണാണ്. നമ്മളൊരു സഹകരണ സംഘത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ ആരാണ് കുടുംബശ്രീ എന്ന് ചോദിച്ചാൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗമാണെന്ന് കുടുംബശ്രീ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു തിരിച്ചറിവ് കാരണം ഞങ്ങളിത് മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് കുടുംബശ്രീയെ പിടിക്കാൻ വേണ്ടി ഒരു ബിസിനസ്സാണ്. ഓണക്കാലത്ത് ഞങ്ങള് മേള നടത്തി. നിങ്ങൾ വിശ്വസിക്കുമല്ലെന്ന് എനിക്കറിയില്ല. ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപ ഞങ്ങൾ മേള നടത്തിയിട്ട് അന്ന് കൊടുക്കേണ്ടായി. കാരണം പിന്നെ വായ്പയ്ക്ക് സബ് കമ്മിറ്റി ഉണ്ട്. ഇവിടെ സബ് കമ്മിറ്റി യോഗം പിന്നെ ഹാളിൽ തന്നെ കൂടുകയാണ്. പിന്നെ ബോർഡ് കൂടുന്നു, ബാങ്കിന്റെ ഹാളിൽ വരെ വിളിക്കുന്നു, ബാച്ചായിട്ട് കയറ്റി വിടുന്നു, ഒപ്പിടുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഒഴിവ് ദിവസത്തെ കുടുംബശ്രീ വായ്പാ മേള സംഘടിപ്പിച്ചുകൊണ്ട് ഇവരെ ഈ ഗ്രൂപ്പിനെയൊക്കെ ഞങ്ങളുടെ ബാങ്കിലേക്ക് കൊണ്ടുവന്നതാണ്. അതിനുശേഷമുള്ള ഒരു സ്ഥിതി എന്ന് വെച്ചാൽ ഒരു കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചാൽ
ആരാവട്ടെ, ഏത് മെമ്പർ ആവട്ടെ, ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടതാവട്ടെ, ഏത് ഇതിലാവട്ടെ, പിന്നെ ആരോ ആവട്ടെ, ഏത് കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചാലും അവരുടെ അജണ്ടയിലെ പിന്നെ അക്കൗണ്ട് തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ മോണോപ്പൊളിയാണ്. അതിൽ വേറെ ബാങ്കിന് പേരില്ല, സ്ഥാനമില്ല. അപ്പൊ ആ രൂപത്തിൽ ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു ഊർജ്ജമാണ് കുടുംബശ്രീ യൂണിറ്റുകൾ. അപ്പോ കുടുംബശ്രീ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഞങ്ങൾക്ക് ഒരു പിന്നെ 1000-ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ പിന്നെ ലൈവായിട്ടുണ്ട്. ഈ 1000 കുടുംബശ്രീ ഇൻറ്റു 15 നിങ്ങളൊന്ന് കൂട്ടിക്കോളൂ, 10 കൂട്ടിയാൽ മതി. എത്ര വരുന്നത്? ഒരു പരിപാടിക്ക് 2 ആൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു ശക്തി, സ്ട്രെങ്ത് എന്ന്? അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു ക്ലാസ് ആണ് അത്. അപ്പൊ ആ കുടുംബശ്രീ എന്ന് പറയുന്നത് ആരാണ്? ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മ അതിന് കുട്ടികളും അച്ഛനും അമ്മയും ഭർത്താവും എല്ലാവരും കുടുംബത്തെയാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ കുടുംബം, ആ കുടുംബം എന്ന് പറയുന്നത്, അപ്പൊ നമ്മുടെ മുഴുവൻ റെപ്രസെന്റേഷൻ നമ്മുടെ കുടുംബശ്രീയിലൂടെ സാധ്യമാകും. ഞങ്ങളുടെ ബാങ്ക് എന്ന് പറയാ കുടുംബശ്രീ പറഞ്ഞാൽ അത് നമ്മൾ ആ പ്രദേശത്തിന്റെ അത് ഞാനൊരു ഇൻട്രഡക്ഷനായി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് എൻ്റെ കയ്യിലുണ്ട്, ആ ഒരു വിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ആ നിലയിലാണ് എങ്ങനെ എനിക്ക് നേരിട്ട്, മീൻസ് നമ്മുടെ ബാങ്കിന് നേരിട്ട് ഈ പറയുന്ന സാധാരണക്കാരുടെ വീടുകളിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ എങ്ങനെ വേണം? നമുക്കൊരു ഏജൻസി വേണം നേരിട്ട്. അപ്പൊ അത് നിയമപരമായിട്ട് മറികടക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു കാര്യം ആലോചിക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ കൂടിയിട്ട് ഒരു 10 ലക്ഷം രൂപ ഒരു ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് കുടുംബശ്രീ യൂണിറ്റിന് കൊടുക്കണം. അങ്ങനെ കുടുംബശ്രീ യൂണിറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബശ്രീ യൂണിറ്റിനെ കൊണ്ട് 12% പലിശയ്ക്ക് 3% മാർജിൻ എടുത്തുകൊണ്ട് അത് ആവശ്യമുള്ള അംഗങ്ങൾക്ക്, അപ്പൊ ഒരു വാർഡിൽ ഒരു 3 കുടുംബശ്രീ ആണ് ഞാൻ അന്ന് ഉദ്ദേശിച്ച ഒരു സ്കീം ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വാർഡിൽ 3 കുടുംബശ്രീ യൂണിറ്റുകള് പിന്നെ ഇതുപോലെയുള്ള പരമാവധി വായ്പാ തുക പിന്നെ 25,000 ആയിരുന്നു തുടങ്ങിയപ്പോൾ 50,000 ആയി. അപ്പൊ ആ രൂപത്തില് ഒരു സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാകുന്ന രൂപത്തിലുള്ള ഒരു കൊച്ചു ബാങ്കായിട്ട്, ഒരു കുട്ടി ബാങ്കായിട്ട് കുടുംബശ്രീ യൂണിറ്റുകളെ മാറ്റുകയും, അങ്ങനെ നമ്മുടെ ആ ബിസിനസ്സൊക്കെ നമ്മുടെ ബിസിനസ്സാണ്, കുടുംബശ്രീ ചെയ്യുന്ന ലോണൊക്കെ നമ്മുടെ ലോണാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു വിഭാഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്ന ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയത്തിനാണ് ഞാൻ രൂപം നൽകിയത്. അപ്പൊ അങ്ങനെ രൂപം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു വളരെ ഈ പേര് ഭയങ്കര പ്രധാനമാണ്. കാരണം നമ്മളിപ്പോ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യങ്ങളിലൊക്കെ ഈ ഉപഭോക്തൃ സംസാരം പലപ്പോഴും റീച്ച് ആവണമെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ പ്ലാസ്റ്റിക്കിനെതിരായിട്ട് നമ്മളൊരു ക്യാമ്പയിൻ നടത്തി. അപ്പൊ ഒരു സഞ്ചി, ഒരു തുണിസഞ്ചി ഞങ്ങൾ പ്രസന്റ് ചെയ്തു. അപ്പൊ ആ തുണിസഞ്ചിക്ക് പേരിടൽ ഒരു പ്രധാന കാര്യമാണല്ലോ. അപ്പൊ ആ പേരിട്ടത് കുട്ടിസഞ്ചി എന്നാണ് പേരിട്ടത്, നല്ല മനോഹരമായിട്ട്. നാട്ടു നന്മയുടെ ഊടും പാവും കുട്ടിസഞ്ചി. റീച്ചായി, അത് ഭയങ്കരമായിട്ട് റീച്ചായി. കാരണം അങ്ങനെ പറയുമ്പോഴാ മറ്റേത് കുട്ടിസഞ്ചി എന്ന് പറയുമ്പോൾ കുട്ടിസഞ്ചി ഒരു ട്രെൻഡാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞാൽ പേര് ഞങ്ങൾ ക്ലിക്കാക്കി സൗജന്യമായിട്ട് ഇങ്ങനെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അതേപോലെ ആപ്റ്റായിട്ടുള്ള ഒരു വേർഡ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെയാണ് ഒരു നല്ല പേര് ഇതിനെ സജസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു പേരാണ് മുറ്റത്തമുല്ല. അത് ഉദ്ഘാടനം ചെയ്തത് പിന്നെ 2018 ജൂൺ 26-നാണ്. മന്ത്രിയും MP-യും MLA-മാരും ഒരു വലിയ ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. RCS ഉൾപ്പെടെ എല്ലാവരും. ഇന്നത്തെ RCS ആണ്, അന്നത്തെ RCS കൂടെ പറയട്ടെ. അന്നും RCS സജിത് ബാബു സാറായിരുന്നു. ഇവിടെ മണ്ണാർക്കാട് വെച്ച് ഞങ്ങളുടെ പരിധിയിൽ വെച്ച് ഞങ്ങൾ പിന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ മുറ്റത്തമുല്ല എന്ന ഒരു പേര്. കാരണം ഇത് ഏതർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാലും മുറ്റത്തമുല്ല. അത് പിന്നെ നമ്മുടെ എഡിറ്റ് പേജിൽ, ഈ തരംഗങ്ങളിൽ പരച്ചി മനോരമ എഡിറ്റ് പേജിൽ ഈ പേരിനെ കുറിച്ച് പരാമർശിച്ച് ലേഖനം കൂടി എഴുതിയപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന, ആ പേരുകൊണ്ട് തന്നെ അത് പകുതിയിലധികം പേരിനാണ് അതിൻ്റെ ഒരു പ്രസക്തി കിട്ടിയത്. പിന്നെ പ്രവർത്തനം എന്ന് പറയുന്നതും ഈ രൂപത്തിലുള്ള പ്രവർത്തനമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആശയം. ഈ ആശയത്തിന്റെ ഒരു പിന്നെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 1000 രൂപയും 5000 രൂപയും 3000 രൂപയും കടം കൊടുക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം നിങ്ങൾ ചിലപ്പോൾ ചില സഹകാരികൾക്ക് തോന്നിയേക്കാം. കാരണം ഈ 1000 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ എവിടെ എത്താനാണെന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നതെങ്കിൽ അത് സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും സഹകരണ സംബന്ധമായിട്ടും ഒക്കെ ഒരു ശുദ്ധ മണ്ടത്തരാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു മേഖല, മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത് പേരിൽ മൈക്രോ ആണെങ്കിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെയോ എത്രയോ ശക്തിയുള്ള സാധനമാണെന്നുള്ളത് നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. നമ്മളാവട്ടെ പരമ്പരാഗത രീതിയിൽ മൈക്രോ ഫൈനാൻസിനെ നമുക്ക് പിന്നെ ഇതുവരെ
നമ്മുടെ പിന്നെ രീതിയിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ സഹകരണ മേഖലയിലേക്ക് ഒരു ഇനമായിട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മുടെ വായ്പയിലുള്ള NAMT, NAST, പിന്നെ കാർഷിക വായ്പകളുടെ നാനാതരം, അതുപോലെ തന്നെ മറ്റ് ഭവന നിർമ്മാണ വായ്പ ഉണ്ട്, അതുപോലെ ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ടുള്ള പിന്നെ വായ്പകളുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള വായ്പകളും നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു വായ്പ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യം നമ്മൾ നിലനിൽക്കുകയാണ്. നമ്മൾ ആ സാഹചര്യത്തിലുള്ള ഒരു മൈക്രോ ഫൈനാൻസ് മേഖലയിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന രൂപത്തിൽ കൂടിയാണ് നമ്മൾ മുറ്റത്തെ മുല്ലയിലേക്ക് വന്നത്. അപ്പൊ ഈ മുറ്റത്തെ മുല്ലയെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറച്ച് ഗ്രൗണ്ട് വർക്ക് ചെയ്തു, നന്നായിട്ട് അതിന് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഞാൻ അതിന് ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ എൻ്റെ പിന്നെ ഇവിടുത്തെ പ്രവർത്തന പരിധിയിൽ ഒരു 9ാം വാർഡ് കാഞ്ഞിരവള്ളി എന്ന് പറയുന്ന ഒരു 9ാം വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഒരു യോഗം വിളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബശ്രീ ഞങ്ങളുടെ ശക്തിയാണ്. ഞങ്ങൾ ബാങ്കിനും കുടുംബശ്രീക്കാരെയും വിശ്വാസമാണ്, കുടുംബശ്രീക്ക് ബാങ്കിനും വിശ്വാസമാണ്. എന്ത് കാര്യത്തിനും ഏത് പരിപാടിക്ക് വിളിച്ചാലും എന്ത് കാര്യത്തിന് പറഞ്ഞാലും ശരി, അവർ വളരെ അവരുടെ ബാങ്കിന്റെ പരിപാടി എന്നുള്ള നിലയ്ക്ക് വളരെ നല്ലൊരു രീതിയിൽ അവർ നമ്മളോട് ബാങ്കിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ 22 കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി പങ്കെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി എന്താ, നിങ്ങളുടെ നാട്ടിൽ ഈ ബ്ലേഡ് കമ്പനിക്കാരുണ്ടോ, ഇവരെ ഈ വട്ടിപ്പലിശക്കാരുണ്ടോ, നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ? ഒരു സർവേ ഫോം ഞാൻ തയ്യാറാക്കി തരാം, ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് തയ്യാറാക്കിയിട്ടാണ് അവരെ വിളിച്ചത്. ഇതില് ഒന്ന് ഫില്ലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫോം ഒന്ന് വളരെ പെട്ടെന്നൊന്ന് തരണം. അപ്പൊ ആ ഫോം എന്ന് പറയുന്നത് വളരെ പിന്നെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതിലുള്ളത്. പേര്, അഡ്രസ്സ്, മറ്റു കാര്യങ്ങൾ, ഗൃഹനാഥന്റെ പേര്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, പ്രധാനപ്പെട്ട അവരുടെ വാർഷിക വരുമാനം ഉൾപ്പെടെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം. അടുത്തത് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര, തിരിച്ചടച്ച എത്ര, ബാക്കി ഇത്ര. അതായത് പലിശയുടെ ശതമാനം എത്രയാണെന്ന് പറയാൻ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. ഇതൊരു സ്കീമാണെന്നുള്ളതുകൊണ്ട് അവർ വാങ്ങുന്നതാണ്. അപ്പോൾ പലിശ നമുക്ക് ഏതാണ്ട് അറിയാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഒരു സർവേ നടത്താൻ അവരോട് ആവശ്യപ്പെട്ടു. അപ്പൊ അവർ പറഞ്ഞു, ആയിക്കോട്ടെ, ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്, അതൊക്കെ ഞങ്ങൾ ഒരു 3-4 ദിവസം കൊണ്ട് തീർത്ത് തരാം, പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിലെന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സ്വീകരിച്ചതെന്ന് വെച്ചാല്, സ്വാഭാവികമായിട്ടും ബാങ്കിൽ ഒരാൾ ഐഡന്റി കാർഡൊക്കെ എടുത്തിട്ട് ഒരു വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സർവേ നടത്താനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് അവർ നമ്മളെ വിശ്വാസത്തിലെടുക്കില്ല, കൃത്യമായ വിവരം നമ്മളോട് പങ്കുവെക്കില്ല. കുടുംബശ്രീ യൂണിറ്റിന്റെ ഒരു പ്രധാന പിന്നെ ഗുണം എന്ന് പറഞ്ഞാല്, നാട്ടിൻപ്രദേശ അടുക്കളയിൽ പോയി കൃത്യമായ വിവരം ശേഖരിക്കാൻ ചിലപ്പോൾ അവർക്ക് തന്നെ അറിയാമായിരിക്കും. അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ അവരുടെ അയൽവാസികളോ ആയിട്ടുള്ള ആളുകളാണ്. ഒരു വാർഡില് ഏതാണ്ട് ഒരു 500 വീട്ടിൽ 22 കുടുംബശ്രീ യൂണിറ്റുകൾ, അതിൽ 10 അംഗങ്ങളുണ്ട്. എന്തായിരിക്കും ആ ഒരു നമ്മുടെ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. 22 × 10 അല്ല, ഇതിനകത്ത് 220, 10 കൂട്ടിയല്ലേ 500 വീടെന്ന് പറയുമ്പോൾ എന്താവും, 2 വീടിന് ഒരാളെ വെച്ച് നമുക്ക് വേണമെങ്കിൽ അലോക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതിപ്പോ ഞാൻ ഈ കാര്യത്തിനല്ല, എല്ലാ കാര്യത്തിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. അത്രയും വലിയ പവറാണ് എൻ്റെ ഈ കുടുംബശ്രീ. അപ്പൊ അങ്ങനെ നമുക്കത് കൃത്യമായിട്ട് അവർ 4 ദിവസം കൊണ്ട് കൃത്യമായിട്ട് അവർ വീണ്ടും യോഗം വിളിച്ചു. അപ്പോ സത്യത്തില് പിന്നെ കണക്ക് ഞെട്ടിക്കുന്ന കണക്കാണ് കിട്ടിയത്. ആ ഒരു വാർഡിൽ മാത്രം 60 ലക്ഷം രൂപ മറ്റ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ കടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾ നമ്മുടെ ബാങ്ക് ഏറ്റെടുക്കും, മുറ്റത്തുമുല്ല എന്ന് പേരൊന്നും വന്നിട്ടില്ല, അത് പിന്നീടാണ് ഫംഗ്ഷനിൽ വെച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങളെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പ്രദേശത്തുള്ള നിങ്ങളുടെ വാർഡിലുള്ള മുഴുവൻ വട്ടിപ്പലിശക്കാരെയും നമുക്ക് ഒഴിവാക്കിയിട്ട് അവിടെ വട്ടിപ്പലിശക്കാർക്ക് പ്രവേശനമില്ല എന്നുള്ളത് നിങ്ങൾ പറയണം. ഇനി അഥവാ ഒരുപാട് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട ബാക്കി കാശ്. നിങ്ങളൊരു സാമൂഹ്യമായിട്ടുള്ള കാരണം പ്രതിരോധം തീർക്കണം. പഞ്ചായത്തുകാരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ വട്ടിപ്പലിശക്കാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബാനർ കെട്ടണം. ഒരു സാമൂഹ്യമായിട്ട് ഒരു മുന്നേറ്റം നമുക്ക് അവിടെ നടത്താൻ കഴിയണം എന്ന രൂപത്തിലൊക്കെ അവരെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒരു വാർഡ്, അത് പരീക്ഷാടിസ്ഥാനത്തിലുള്ള ഒരു കാര്യങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു എന്തെങ്കിലും ഒരു 10-15 ലക്ഷം രൂപ മാക്സിമം ഉണ്ടാകും. കാരണം നമുക്ക് പരിമിതി ഉണ്ടല്ലോ, നമുക്ക് 60 ലക്ഷം രൂപ ഇങ്ങനെ കൊടുക്കാനുള്ള കാര്യമില്ലല്ലോ, അന്ന് ഈ സ്കീം അപ്രൂവ്ഡ് അല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ 60 ലക്ഷം രൂപ വായ്പ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. അപ്പൊ കുടുംബശ്രീ വായ്പ നമുക്ക് കൊടുക്കാം, 10 ലക്ഷം രൂപ ഞങ്ങൾ അന്ന് കൊടുത്തിരുന്നതാണ്. പക്ഷെ അത് ഇങ്ങനെ സ്കീമിന് കൊടുക്കാൻ അപ്പൊ എല്ലാ കുടുംബശ്രീക്കാരും 10 ലക്ഷം വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പൊ കുടുംബശ്രീ വായ്പ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാതെ അവരുടെ ആവശ്യങ്ങൾക്കുള്ള വായ്പയാണ്. അപ്പൊ ആ നിലയിൽ ആ വായ്പ എടുത്തത് കൊടുക്കാൻ പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ ഒരു പദ്ധതിക്ക് ഈ ഇത്തരത്തിൽ രൂപം നൽകുകയും
ഒരു ക്യാഷ് ക്രെഡിറ്റ് രൂപത്തിൽ ഈ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകാമെന്ന് തീരുമാനിക്കുകയും അത് സർക്കാരിന്റെ അനുമതിയോടുകൂടി ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നടപ്പാക്കാമെന്ന് പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ സമ്മതിക്കുകയും ഗവൺമെന്റ് പദ്ധതി ഏറ്റെടുക്കുകയും അങ്ങനെ ഉദ്ഘാടനവും ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ അത്ഭുതപ്പെടുത്തുന്ന ഈ കാര്യം, ഈ 60 ലക്ഷം രൂപ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വാർഡിലാണ്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ 10-30 കൊല്ലം പണിയെടുത്തിട്ട് നടക്കാത്ത കാര്യമാണ് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്ത്. അപ്പോ നമ്മൾ നിങ്ങളുടെ ഇപ്പൊ ഈ ഡയബറ്റിക് അല്ലാത്ത അല്ലെങ്കിൽ ഡയബറ്റിക് ആയ ഒരാൾ ഡയബറ്റിക് ആണെന്ന് തിരിച്ചറിയുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ ഡയബറ്റിക് ആണ്, ഞാനത് പരിശോധിക്കുമ്പോഴാണല്ലോ. പരിശോധിക്കുന്നത് വരെ നമുക്ക് പറയാം ഞാൻ ഡയബറ്റിക് അല്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ കുഴപ്പമില്ല, കൊളസ്ട്രോൾ ഇല്ലാന്ന്. അപ്പൊ ഞാനിപ്പോ എന്റെ ബാങ്കിന്റെ സ്ഥിതിയാണ് പറഞ്ഞത്. നിങ്ങളുടെ ഓരോ സ്ഥാപനത്തിന്റെയും ഒരു സ്ഥിതി വിവര കണക്ക് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ ചെയ്യുന്ന പണിയേക്കാൾ എത്രയോ വലിയ ജോലി അപ്പുറത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ വന്നാലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. അവരുടെ ആകെ സാമ്പത്തിക ആരോഗ്യം എന്ന് പറയുന്നത് ഈ വാങ്ങലും ഈ കൊടുക്കലുമാണ്. ഇനി അതിന്റെ പലിശ ശതമാനത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ലോ ഇൻകം ഗ്രൂപ്പിലെ ഒരുപാട് ആളുകളെ, അത് നമ്മുടെ ഒരു വലിയ ഗ്രൂപ്പാണ്, നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പാണ്, നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടത്, നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു വിഭാഗമാണ് അവര്. അപ്പൊ ആ വിഭാഗത്തിന്റെ സാമ്പത്തിക ആരോഗ്യം മുഴുവനെ ആ വീടിന്റെ മുറ്റത്ത് വെച്ച് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ പണമിടപാട് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മാറുകയാണ്. അപ്പൊ അവർക്ക് നമ്മുടെ ബാങ്കിലേക്ക് പണ്ട് ഒരു ആഭരണം, ഒരു സ്വർണ്ണപ്പണയ വായ്പയ്ക്ക് വരാനുള്ള ഒരു സാമ്പത്തിക ആരോഗ്യം അവർക്കില്ല. പണം എടുക്കാനും ആരോഗ്യമില്ല, തിരിച്ചടവിനും ആരോഗ്യമില്ല. അവരുടെ യാതൊരു തരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി നടത്താനുള്ള ആരോഗ്യവും അവർക്കില്ല. അവരുടെ മുഴുവൻ സമ്പാദ്യവും അവരുടെ മുഴുവൻ വരുമാനവും ഇവര് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം നിലനിൽക്കുകയാണ്. ഒരിക്കൽ അവരുടെ ഇടയിൽപ്പെട്ടാൽ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ ടെസ്റ്റ് നിങ്ങൾ ഒരു ആളുടെ വീട്ടിൽ പോയിട്ട് കുടുംബശ്രീക്കാരെ കൊണ്ടോ നിങ്ങൾ നേരിട്ടോ ഒരു 3-4 ഞാൻ ഈ പറഞ്ഞല്ലോ ഈ സമൂഹത്തിലൊക്കെ വലിയ മാന്യത അംഗീകാരമുള്ള വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ഞാൻ പേര് പറയുന്നില്ല, അത് ശരിയല്ലല്ലോ, അവരുടെയൊക്കെ പാസ്ബുക്ക് വാങ്ങി നിങ്ങൾ പരിശോധിക്കണം. ഞാനിതൊക്കെ ചെയ്തിട്ട് സർവേ നടത്തിയിട്ടാണ് അത് പറയുന്നത് ഈ പദ്ധതിക്ക് രൂപം നൽകുന്നതിന് മുമ്പ്. അപ്പൊ എന്ത് വലിയ കൊള്ള ആണ് നമ്മുടെ നാട്ടിലെ ഇതിന്റെ പേരിൽ നടക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ പ്രവർത്തനത്തിന്റെ എന്താണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം, എന്താണ് നമ്മൾ ഏറ്റെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതൊരു വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറും. അപ്പൊ ഇതിലെ ഈ വായ്പകളെ സംബന്ധിച്ചൊന്നും പറയാം. ഇവര് വാങ്ങുന്ന വായ്പ 1000 രൂപയാണ് സാധാരണ വായ്പ. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അന്നത്തെ ഇപ്പൊ വലിയ വ്യത്യാസം ഇല്ല. ഇപ്പൊ 2018 എന്ന് പറയുമ്പോൾ ഒരു 7 കൊല്ലം മുമ്പത്തെ ഇപ്പൊ 1000 രൂപ ചിലപ്പോൾ 2000-3000 രൂപയായിട്ട് മാറും. അപ്പൊ അതിന്റെ തിരിച്ചടവ് എന്ന് പറയുന്നത് 125 രൂപ വെച്ച് 10 ആഴ്ച. അപ്പൊ 1250 രൂപ തിരിച്ചടയ്ക്കണം. 1000 രൂപ വാങ്ങിക്കുക, 10 ആഴ്ച പറഞ്ഞ 70 ദിവസം. 70 ദിവസത്തേക്ക് 1000 രൂപയ്ക്ക് 250 രൂപ പലിശ. അപ്പൊ അയാളെ സംബന്ധിച്ച് വായ്പ വാങ്ങുന്നത് ഒരു ഗൃഹനാഥയാവും. ആ ഗൃഹനാഥയെ സംബന്ധിച്ചിടത്തോളം, വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവരിതിന്റെ കാര്യങ്ങളൊന്നും ബോധേഡല്ല. അവരിതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും അവരിതിന്റെ ഒരു സാമ്പത്തിക അവലോകനമൊന്നും അവർ നടത്തിയിട്ടല്ല അത് വാങ്ങുന്നത്. അവർക്ക് ഇന്ന് രാവിലെ ഫീസ് അടയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യം കുടുംബകാര്യം നിർവഹിക്കണമെങ്കിൽ ആവശ്യമായ 1000 രൂപ വാങ്ങിച്ചാണ് അവർ ഈ തിരിച്ചടവ് നടത്തുന്നത്. മറ്റൊരു ഉദാഹരണം പറയും, നിങ്ങളൊക്കെ കണക്കറിയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പൊ അതിന് ഈ 1000 രൂപ വാങ്ങിയിട്ട് 10 ആഴ്ച കൊണ്ട് 70 ദിവസത്തിന് 1250 അടച്ച ശതമാനം കണക്കാക്കി കഴിഞ്ഞാൽ 130% വരും. മറ്റൊരു കാര്യം ഞാൻ പറയാം, വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. ഈ കൂട്ടർ 10,000 രൂപ ലോൺ കൊടുക്കും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ നോക്കണം. ഇതിനേക്കാളും മോശമാവും ചിലപ്പോ. ഇതായിരിക്കും ചിലപ്പോ ഏതാണ്ട് നല്ല ഒരു വായ്പ. അപ്പോ അത് എങ്ങനെയാ വെച്ചാൽ 10,000 രൂപ വായ്പ നൽകും. 10,000 രൂപ വായ്പ നൽകുന്നത് 1 വർഷക്കാലത്തേക്കാണ്. പലിശ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം. 600 രൂപയാണ് പലിശ. അപ്പൊ 600 രൂപ പലിശ നടത്തുമ്പോൾ അവർ പറയും ഇൻട്രസ്റ്റ് മാത്രം കൃത്യമായിട്ട് തന്നാൽ മതി, പ്രിൻസിപ്പൾ പാർട്ട് പേയ്മെന്റ് ആണ്. പ്രിൻസിപ്പൾ പാർട്ട് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ 1000 രൂപ 2000 രൂപയൊക്കെ പ്രിൻസിപ്പളിലേക്ക് കൊടുക്കും. ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് 600 രൂപ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്താവും, ഈ പ്രിൻസിപ്പൾ ഏറെക്കുറെ എല്ലാം അടച്ചു തീരും.
അല്ലെങ്കിൽ ഒരു 8,000 അടച്ചിട്ടുണ്ടാവും, ഒരു 7,000 അടച്ചിട്ടുണ്ടാവും. വീണ്ടും അവർ റീഫിനാൻസ് ചെയ്യും. ബാക്കി തികയാത്ത പൈസ 7,000 കൊടുത്ത് വീണ്ടും ആ വായ്പ നിലനിർത്തും. അപ്പൊ എല്ലാ കാലത്തും 600 രൂപ അവർ പലിശ കൊടുക്കുകയാണ്. അപ്പോ പിന്നെ 12 മാസം 600, 12,70, അപ്പൊ 7,200 രൂപ പലിശ കൊടുക്കുകയാണ് 10,000 രൂപയ്ക്ക്. ആ വായ്പ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 12% 1,200 രൂപ. അപ്പൊ എത്രയാണ് 10,000 രൂപയുടെ ഒരു വായ്പയിൽ ഒരു വർഷം വരുന്ന വ്യത്യാസം? 6,000 രൂപ. ചെറിയ കാര്യമല്ലോ, നമ്മൾ പരിശോധിക്കുമ്പോഴല്ലേ ഇത് നമുക്ക് ബോധ്യപ്പെടുള്ളൂ. ഇത് നടക്കാത്ത കാര്യമാണോ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ വെറുതെ എന്തെങ്കിലും കഥ പറയുകയാണോ? അല്ല. എൻ്റെ ബാങ്കിൽ എനിക്ക് വിശ്വാസമുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ പരിശോധന നടത്തി ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് വാങ്ങിയവരും കൊടുത്തവരും ഈ നാട്ടിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. ആ ഒരു പാറ്റേൺ ഒക്കെ ഇന്ന് നിലനിൽക്കുകയാണ്, പലപ്പോഴും നാട്ടുമ്പുറത്ത് നിലനിൽക്കുകയാണ്. അത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ, ഒരു സാധാരണ മനുഷ്യന്റെ, അവന്റെ കുടുംബത്തിൽ നിങ്ങൾ ഈ വായ്പ കൊടുത്തിരുന്നെങ്കിൽ, നമ്മൾ ഈ വായ്പ കൊടുത്തിരുന്നെങ്കിൽ, അവന്റെ കുടുംബത്തിൽ ചെലവാക്കേണ്ടിയിരുന്ന 6,000 രൂപ, 17,200 രൂപയിൽ 1,200 രൂപ നമ്മുടെ പലിശ, ബാക്കി 6,000 രൂപ അത് നമ്മൾക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ 12% നമുക്ക് പിന്നെ ബാക്കി പൈസ ആ കുടുംബത്തിന് കിട്ടുമായിരുന്നു. ആ കുടുംബം ചെലവഴിക്കേണ്ട, അവന്റെ കുടുംബത്തിൽ കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി ചെലവാക്കേണ്ട 6,000 രൂപ ഇയാള് ഈ പറയുന്ന വിഭാഗം അതൊരു ഡ്രെയിൻ ചെയ്തു പോയി. അപ്പൊ ഇക്കണോമിക് ഡ്രെയിനേജ് സംഭവിക്കുക. നമുക്കും പ്രശ്നമാണത്. കാരണം എന്താ, ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാമ്പത്തിക സ്ഥാപനത്തിനും പിന്നെ സർക്കുലേറ്റ് ചെയ്യേണ്ട പൈസയാണ് ഈ കൊണ്ടുപോയത്. അങ്ങനെ കുറെ 6,000 ചേരുമ്പോൾ നമ്മുടെ ഒരു സേവിങ്സ് ബാങ്കിന്റെയോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു വായ്പയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമ്പത്തിക ഇടപാട് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ഇടപാടുകാരനല്ലാതെ ആക്കി മാറ്റാൻ ഈ ഇടപാടിനെ കൊണ്ട് പിന്നെ സാധ്യമാകുന്നു അല്ലെങ്കിൽ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലം. അപ്പൊ ഇത് ഇനിയിപ്പോ കൂടുതൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പിന്നെ ഒരു സോഷ്യൽ ഇമ്പാക്ട് ഇങ്ങനെയാണ്, ഇതിന്റെ ഒരു ഫൈനാൻഷ്യൽ ഇമ്പാക്ട് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന തോതിലുള്ള വരുമാനമാണ് ഈ മൈക്രോ ഫൈനാൻസിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നല്ല രൂപത്തിൽ എന്താ പറയില്ലേ, കൊഴുത്ത് തടിച്ച് നിൽക്കുന്ന ഈ മൈക്രോ ഫൈനാൻസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ സ്പോൺസർഷിപ്പിന്റെ എല്ലാ അവരൊക്കെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുണ്ട്, ലിസ്റ്റ് ചെയ്ത കമ്പനികളാണ്, വലിയ പ്രീമിയം ഉണ്ട് കയറുന്ന. അതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അതിഭീകരമായിട്ടുള്ള വരുമാനമാണ്, ലാഭത്തിന്റെ ശതമാനമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 100 കോടി രൂപയുടെ കൊണ്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്യാൻ അവർക്ക് 10 കോടി രൂപ പോലും വേണ്ട. വസ്തുതയാണ്. നിങ്ങൾ കണക്ക് പരിശോധിച്ചാൽ നിങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു സാമ്പത്തിക അവലോകനം കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തേണ്ടതുണ്ട്. അത് നിങ്ങൾ സ്വയം നിർവഹിക്കണമെന്നും കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പൊ ഇവിടെ ഈ നമ്മുടെ രീതി എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് നമ്മൾ മൈക്രോ ഫൈനാൻസിനെ നമ്മൾ സ്വാഗതം ചെയ്യണം? ഇപ്പൊ ഈ മുറ്റത്തുമുല്ല അല്ലെങ്കിൽ മുറ്റത്തുമുല്ല ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, മുറ്റത്തുമുല്ല പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്ന് പറയാൻ കാരണം, നമ്മളിപ്പോ ഈ പരമ്പരാഗതമായിട്ടുള്ള വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. പരമ്പരാഗതമായ വായ്പ എന്ന് പറഞ്ഞാൽ തിരിച്ചടവ് കൊല്ലത്തിലൊരിക്കലാണ്, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ, ചിലപ്പോൾ കൊല്ലത്തിലും ഉണ്ടാവില്ല. ഇവിടെ എങ്ങനെയാ സംഭവിക്കുന്നത്? നമ്മളെ പ്ലാവും മാവും ഒക്കെ പഴയതാണ്, അതില് കൊല്ലത്തിലൊരിക്കലേ കായ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ഏറ്റവും ഉയർന്ന കൊമ്പിലാവും ചക്ക ഉണ്ടാകുന്നത്. ചിലപ്പോൾ അത് നമുക്ക് ഇടാൻ പറ്റില്ല, ചിലപ്പോൾ അത് അങ്ങനെയാണ് 1 2 ചക്ക ഉണ്ടാവുക. ഇപ്പൊ കാലം മാറി, ഇപ്പോ ഹൈബ്രിഡാണ് പ്ലാവ്. 3-ാം കൊല്ലം കായ്ക്കും, ഫുൾ സീസണാണ്, എല്ലാ ദിവസവും നമുക്ക് ചക്ക തിന്നാം. ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന മൈക്രോ ഫൈനാൻസിന്റെ മേജിക് കൂടി ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം അത് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ ആ രൂപത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ പണം നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത് വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും OTSന്റെ കാലത്തോ ARCEP അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നൽകിയ, നമുക്ക് വരുമാനം ഉണ്ടാക്കി തരേണ്ട നമ്മുടെ ഫലം അല്ലെങ്കിൽ നമ്മുടെ വൃക്ഷം നമുക്ക് വേണ്ടി കായ്ക്കുന്നത് ഈ പറയുന്ന കൊല്ലത്തിലൊരിക്കലോ 2 കൊല്ലം കൂടുമ്പോഴോ ചിലപ്പോൾ കായ്ക്കുകയില്ല. പിന്നെ നമ്മളതിനെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോഴാണ് അതിന് എന്തെങ്കിലും കാഫലം കിട്ടുക. അപ്പൊ നമ്മുടെ പണം നമുക്ക് അധ്വാനിച്ച് പണം ഉണ്ടാക്കി തരുന്നത്
അത് ചിലപ്പോൾ 1 വർഷത്തിലോ അല്ലെങ്കിൽ വലിയ ലോങ് പീരീഡിലാണ്. മൈക്രോ ഫൈനാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പണം ആ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ച് റിട്ടേൺ കൊടുക്കുന്നത് അതാത് ദിവസങ്ങളിലാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസമാണ്, അല്ലെങ്കിൽ 7 ദിവസത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എത്ര സർക്കുലേഷൻ നടന്നു എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോഴാണ് ഈ അനന്തമായിട്ടുള്ള ഇതിന്റെ ഒരു സാധ്യതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഈ മത്സ്യമേഖലയിലൊക്കെ വളരെ സാർവത്രികമായിട്ടുള്ള, മത്സ്യമേഖലയിലുണ്ട്, അതേപോലെ തന്നെ ഈ സാധാരണഗതിയിലുള്ള നാട്ടിൻപുറത്തൊക്കെ ഉള്ള മാർക്കറ്റുകളിലുള്ള ഒരു പ്രത്യേക വായ്പ ഉണ്ട്. രാവിലെ 1000 രൂപ കൊടുക്കും, അതിന് വൈകുന്നേരം 900 കൊടുക്കുള്ളൂ. നിങ്ങൾ മത്സ്യമേഖലയിലൊക്കെ ഉള്ള സംഘക്കാരുണ്ടാവുമല്ലോ, നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. അത് വെറുതെ പറയുന്നതല്ലല്ലോ, പിന്നെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അപ്പൊ 1000 രൂപ കൊടുത്ത് 900 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം 1000 രൂപ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കടലോര മേഖലയിൽ ഞങ്ങൾ സ്നേഹതീരം എന്ന് പറയുന്നത് മിനി മാഡത്തിന്റെ ഒക്കെ ഒരു ആശയമാണ്. സ്നേഹതീരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മന്ത്രിയുടെ കുമരകത്ത് വെച്ച് മന്ത്രിയുടെ നാട്ടില് ഞങ്ങളൊരു സ്കീം ഉണ്ടാക്കിയിട്ട് അത് മത്സ്യ വകുപ്പിനെയും കൂടെ സഹകരിച്ച് സ്നേഹതീരം. പക്ഷെ അതൊരു ലിമിറ്റഡ് ആണ്, അതിന് വലിയ, അതൊരു കുറച്ച് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് ഇങ്ങനെ പോയിരുന്നു, ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, മറ്റു പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പൊ മണ്ണാർക്കാട് മത്സ്യ മാർക്കറ്റില് രാവിലെ 900 രൂപ കൊടുക്കും, വൈകുന്നേരം 1000 രൂപ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഈ രാവിലെ 5:30 മണിക്ക് ഈ ആള്, 5:30 അല്ല കേട്ടോ, അതിനും നേരത്തെ 4 മണിക്കോ 3 മണിക്കോ ഈ ആള്, ഈ മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യ വിൽപ്പനക്കാരൻ രാവിലെ മാർക്കറ്റിലെത്തും. മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏജന്റ് രാവിലെ പൈസ കൊടുക്കും, 900 രൂപ കൊടുക്കും. ഇയാൾ ഈ 900 രൂപയ്ക്ക് ഒരു പെട്ടി മീനെടുക്കും, അല്ലെങ്കിൽ 2 പെട്ടി എത്രയൊക്കെ എടുക്കും, മത്സ്യം എടുക്കും. ആ മത്സ്യം അയാളത് ഉച്ചയ്ക്ക് മുമ്പ് വിറ്റ് തീരും. അങ്ങനെ വിറ്റ് തീരുമ്പോൾ അയാൾ ചിലപ്പോൾ ഈ 900 രൂപയ്ക്ക് വാങ്ങുന്ന മത്സ്യം അയാൾ വിൽക്കുന്നത് ചിലപ്പോൾ ഒരു 1200, 1800, 2000 ആയിരിക്കും. അപ്പൊ അയാൾ 1000 രൂപ കൊടുക്കും, തിരിച്ചു കൊടുക്കും കൃത്യമായിട്ട്. അത് വളരെ ഈ ഒരു നാട്ടുമര്യാദയാണ്, സാധാരണ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളുടെ ഇതാണ്. പിന്നെ അതിലൊന്നും അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ, ഇയാൾക്ക് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല ഈ പൈസ കൊടുത്തില്ലെങ്കിൽ. അപ്പൊ അയാൾക്ക് ബാക്കി അതിന് ശേഷം 1000 കൊടുത്താലും അയാൾക്ക് ഒരു 1000, 1000 ചില്ലാൻ രൂപ അയാളുടെ കയ്യിലുണ്ട്. അയാൾ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ, അയാൾക്ക് വട്ടിപ്പലിശയുടെ കാര്യമോ മൈക്രോ ഫൈനാൻസിന്റെ കാര്യമൊന്നും ആലോചിക്കണ്ട. രാവിലെ പിന്നെ അയാൾ ഫ്രഷ് ആയിട്ട് വന്നു, അയാളുടെ പിന്നെ സ്കൂട്ടിയിൽ അയാൾ എണ്ണ ചെലവൊക്കെ കഴിഞ്ഞ് ഒരു 1000 റുപ്യ അയാൾക്ക് കിട്ടിയാൽ അയാൾ വളരെ ഹാപ്പിയാണ്. അയാൾക്ക് ഇതിന്റെ മറ്റേ മോശം കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അയാൾ പിറ്റേ ദിവസം ആവർത്തിക്കും. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന പലിശയുടെ കാര്യം എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണക്കൂട്ടും, ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. അപ്പൊ ആ പ്രദേശത്ത് ഞാൻ ഈ മറ്റേ സ്നേഹതീരത്തിന് ആ മാതൃകയിലുള്ള ഒരു ഇതാണ് പറഞ്ഞത്. അപ്പൊ അവിടെ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ഒരു സംഘം പോയിട്ട് നമ്മൾ പറയുന്നു രാവിലെ 1000 രൂപ കൊടുക്കാം, പലിശ വേണ്ട, പകരം ഒരു കാര്യം ചെയ്താൽ മതി, ഈ ഒരു പെട്ടിയിൽ ഒരു ബോക്സ് വെക്കാം, സംഘത്തിന്റെ പേര് എഴുതിയിട്ട് 1 രൂപ നിക്ഷേപിച്ചാൽ മതി. അപ്പൊ ആളുകൾ വിചാരിക്കും ഇതിപ്പോ ഞാൻ 1000ന്റെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾ കണക്കാക്കണം. 10,000-കാരും ഉണ്ട് കേട്ടോ, 10,000-ന് 9,000. ഞാൻ 1000 എന്ന് പറയുന്നത് ഈസി ഇതിനു വേണ്ടിയാ. 1000 അല്ല, 1000ന്റെ മുകളിലും 10,000 രൂപ വരെയൊക്കെ കടം വാങ്ങുന്നുണ്ട്. അപ്പൊ 1000 രൂപയ്ക്ക് പലിശ വേണ്ട എന്ന് ആ പ്രദേശത്തുള്ള സംഘം പറയുകയാണ്. പകരം ഈ സംഘത്തിന്റെ പെട്ടിയിൽ 1 രൂപ ഇട്ടാൽ മതി എന്ന് പറയാം. അപ്പൊ അങ്ങനെ വന്നാല് ഈ ബിസിനസ് നമ്മൾ 1 വർഷം നടത്തും എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ആവശ്യക്കാർക്ക് കുറെ പൈസ കൊടുത്തു. അപ്പൊ ഞാൻ 1000 രൂപയുടെ കണക്ക് പറയാം. ഇത്തരത്തിലൊരു ഇടപാട് നടത്തുന്നത് 1000 രൂപയ്ക്ക് 100 രൂപ പലിശ വാങ്ങിയിരുന്ന സ്ഥാനത്ത് 1000 രൂപയ്ക്ക് 1 രൂപ പലിശ വാങ്ങുന്ന, അല്ലെങ്കിൽ സംഭാവനയോ ചെലവോ ആയിട്ട് വാങ്ങുന്ന ഈ ഒരു രീതി നമ്മുടെ സംഘങ്ങളുടെ ലാഭകരമാണോ? നമുക്കൊന്ന് പറഞ്ഞൂടെ, ലാഭകരമാണോ? 1000 രൂപയ്ക്ക് 1 രൂപ പലിശ ദിവസം വാങ്ങിയ ലാഭകരമാണോ? 1000 രൂപയ്ക്ക് ഒരു ദിവസം പലിശ 1 രൂപ. അപ്പൊ 365 ദിവസം എത്ര പലിശയാണ്? ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ്, അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ 1000 രൂപയ്ക്ക് ഒരു ദിവസം 365 രൂപ പലിശ കിട്ടും. ശതമാനം കണക്ക് കൂട്ടിയാൽ 36%. 36% പലിശ നമുക്ക് വാങ്ങാൻ പറ്റുമോ? വാങ്ങുന്നുണ്ടോ? അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ, 100 പേര് കൂട്ടി നോക്കൂ. 365 × 100 ശതമാനം കാണും. പുതിയ ഡിജിറ്റ് വേണ്ടി വരും അല്ലെ, കാൽക്കുലേറ്ററിൽ. 3650% നമ്മൾ എത്തിപ്പെടും. അപ്പോ നിങ്ങൾ വെബ്സൈറ്റ് നോക്കൂ, ഈ പുതിയ മൈക്രോ ഫൈനാൻസ് കമ്പനികളുടെ വെബ്സൈറ്റ് നിങ്ങൾ കയറി നോക്കൂ.
എന്താണ് അവർ പറയുന്ന പലിശ നോക്കൂ. ഒരു മൈക്രോ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് വായ്പ എടുത്ത വായ്പക്കാരന്റെ പാസ്ബുക്ക് വാങ്ങിക്കും. അവർ കൊടുത്ത വായ്പ, അവർ കൊടുത്ത പലിശ നിരക്ക് നോക്കൂ. അപ്പൊ 24%, 36% ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് അംഗീകരിക്കപ്പെട്ട വായ്പയാണ്. അത്ര ഉയർന്ന പലിശ നിരക്കിൽ പലിശയ്ക്ക് കടം കൊടുത്താൽ പോലും ഒരു വ്യക്തിക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കണം. അവിടെ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ടാകണം എന്നാണ് റിസർവ് ബാങ്ക് ആഗ്രഹിക്കുന്നത്. പണം കൊടുക്കുമ്പോൾ പലിശ കുറച്ച് കൊടുക്കണമെന്നൊന്നും അങ്ങനെ റിസർവ് ബാങ്ക് ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. അവർക്ക് ഇപ്പൊ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളുടെയൊക്കെ സ്ഥിതിയായിരിക്കും. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ പിന്നെ എത്ര കൊടിയ ചൂഷണവും എത്ര വലിയ ലാഭവുമാണ്. നമ്മൾ ഇങ്ങനെ അതിനേക്കാൾ നന്നായിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയും സഹകരണവും പറഞ്ഞു നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു പലിശ ഘടനയും ഇത്തരം സ്ഥാപനങ്ങളുടെ പലിശ ഘടനയും അവരുടെ മാർക്കറ്റിലെ ഇന്നത്തെ ഒരു അവസ്ഥയെ നിങ്ങളൊന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ഇതിന്റെ ഒരു പ്രായോഗിക കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ ഇതിന്റെ മറ്റ് തരത്തിലുള്ള സാമ്പത്തികമായ ചില വിഷയങ്ങൾ നിങ്ങളെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ 1 രൂപയ്ക്ക് കൊടുത്താൽ കൂടി നമുക്ക് നിലവിലുള്ള ബിസിനസിന്റെ 3 ഇരട്ടി ലാഭം കിട്ടും. ഏറ്റവും കുറഞ്ഞ് രൂപയിൽ കുറച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് ഈ മൈക്രോ ഫൈനാൻസിന്റെ മേജിക്ക് നിങ്ങൾ കാണണം. അപ്പൊ ദിവസേന മണി സർക്കുലേറ്റ് ചെയ്യുന്നതും കൊല്ലത്തിൽ 2 കൊല്ലം കൂടുമ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇതേ പലിശ തന്നെ കൊല്ലത്തിൽ ഒരിക്കലാണ് തിരിച്ചടവെങ്കിൽ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതൊരു രീതിയാണ്. ഇനി ഇതിന്റെ ഒരു പ്രായോഗിക തലത്തിലേക്ക് സമയം കുറച്ച് കൂടുതൽ എടുത്തും തോന്നുന്നു, ഞാൻ ചുരുക്കാം, സമർപ്പിക്കാം. പിന്നെ അപ്പൊ ഇതിന്റെ ഒരു പ്രായോഗിക സ്ഥലം ഇതെന്ന് പറയുന്നത് ഇപ്പോ ഈ കുടുംബശ്രീ യൂണിറ്റുകളാണ് ഇതിന്റെ നടത്തിപ്പുകാർ. 9% വാങ്ങി 12% കടം കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ വാർഡിലുള്ള അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരുടെ ആവശ്യം മനസ്സിലാക്കി തിരിച്ചടവ് ശേഷി നോക്കി. തിരിച്ചടവ് ശേഷി പറഞ്ഞാൽ ഒരു നാട്ടു നന്മയാണ്. അതായത് വാങ്ങിയ തിരിച്ചു കൊടുക്കുക. നമുക്കറിയാലോ, ഒരു സാധാരണ മനുഷ്യന് 10,000 ഉറുപ്പിയുടെ വായ്പ വാങ്ങിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ നോട്ടീസ് കൊടുക്കുമ്പോൾ ആ നോട്ടീസ് കൊണ്ട് അവരൊരു വരവ് വരും. എല്ലാവരും കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ വ്യത്യസ്തമില്ലെന്ന് ഞാൻ കരുതുന്നു. 50 ലക്ഷം ഉറുപ്പ്യ വാങ്ങിയ ആൾക്ക്, അല്ലെങ്കിൽ 25 ലക്ഷം ആൾക്ക്, അല്ലെങ്കിൽ 10 ലക്ഷത്തിന് നോട്ടീസ് അയച്ചാൽ അവനൊരു വരവ് വരുന്നുണ്ട്. ഇവര് ചിലപ്പോൾ ഒരു ചരട് കെട്ടിയിട്ടാവും വരുന്നത്. ആ സമീപനത്തിന്റെ വ്യത്യാസവും അവരുടെ ഒരു ഭയപ്പാടും ചില്ലറയാവില്ല. അവർക്ക് ആ വായ്പ തിരിച്ചടയ്ക്കാൻ. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ. അതൊരു നാട്ടുതന്മയുടെ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുക. ആ വിഭാഗക്കാരാണ് ഇതിന്റെയൊക്കെ കുറവാക്കാക്കളെ. അപ്പൊ ആ നിലയിൽ ഒരു കുടുംബശ്രീ യൂണിറ്റ് വായ്പ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം 100% സെക്യൂർഡ് ലോണാണ്. ഒരു ഡോക്യുമെന്റേഷൻ വേണ്ടതില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള അപേക്ഷ, അതുപോലെ തന്നെ ത്രികക്ഷി കരാറുണ്ട്. ആ ത്രികക്ഷി കരാർ എന്ന് പറയുന്നത് ഈ ബാങ്കും കുടുംബശ്രീക്കാരും ഈ വായ്പ വാങ്ങുന്ന ആളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കരാറാണ്. അത് ഞങ്ങൾ ഇവിടുന്ന് ലീഗൽ ഒപ്പീനിയനുമായി ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെ അതിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ ത്രികക്ഷി കരാറിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, ആവശ്യമെന്ന് കണ്ടാൽ ഈ വായ്പാക്കാരന് നോട്ടീസ് അയക്കാനും ARC ഫയൽ ചെയ്യാനും ആ സംഘത്തിന് കഴിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ കുടുംബശ്രീയുടെ മാത്രം ബാധ്യതയായിട്ട് മാറരുത്. വേണ്ടി വന്നാൽ അവരിത് നമ്മളൊരു പരസ്പരം നടത്തുന്ന ഒരു ബിസിനസ് ആണല്ലോ. കുടുംബശ്രീ വായ്പ ബിസിനസ് ചെയ്യുന്നത് ബാങ്കിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം. അവരെ നമ്മൾ ഒരു കുടുംബശ്രീയെ നമ്മൾ ഇതിന്റെ പേരിൽ ഉപദ്രവിക്കാൻ പാടില്ല. അതിന്റെ മെറിറ്റിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ രൂപത്തിലേക്കുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞത്. അപ്പോ തീർച്ചയായിട്ടും ത്രികക്ഷി കരാറിന്റെ ബലത്തിൽ നമുക്ക് വേണമെങ്കിൽ സംഘങ്ങൾക്ക് ഈ വായ്പ വാങ്ങിയ തിരിച്ചടവ് നടത്തിയില്ലെങ്കിൽ നമുക്ക് നടപടി എടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ആരും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ വിൽഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാത്തിടത്തോളം കാലം ഒരു മുറ്റത്തെ മുല്ലയുടെ വായ്പയിലും ബാഡ് ഡെപ്റ്റ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഈ വായ്പ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അയൽവാസിക്കാണ്, പരസ്പരം പരിചയമുള്ളവർക്കാണ്, വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു എന്താ പറയാ, ഒരു ഗ്രാമീണ രീതിയിലുള്ള ഒരു സിവിൽ എത്ര വലുതാണ്. അവരുടെ സിവിൽ എന്ന് പറഞ്ഞാൽ ശീലം സാധാരണ അവിടുത്തെ നാട്ടുപുറത്തുകാർക്കുണ്ട്. തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഉണ്ടോ എന്നുള്ള ആ രീതിയിലുള്ള സിവിൽ സ്കോറിങ് കൃത്യമായിട്ട് അറിയുന്ന വീട്ടമ്മമാരാണ് പരസ്പരം ഉള്ളത്. കടം വാങ്ങുന്ന അയൽവാസിയാണ്, ബന്ധുവാണ്, അല്ലെങ്കിൽ വേറെ ആ രൂപത്തിലാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ വായ്പക്കാരെ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയും. ഒരു കുടുംബശ്രീ യൂണിറ്റിനെ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് 10,000 വാങ്ങി തിരിച്ചടവ് നടത്താതെ എന്ന ഒരു കുടുംബത്തിന് ആ പ്രദേശത്ത് ജീവിക്കാൻ പറ്റില്ല. 10-15 സ്ത്രീകൾ പോയിട്ട് അത് അങ്ങനെ ഒരു രീതിയിൽ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവിടെ സാധ്യമല്ല. അപ്പോൾ കൊടുക്കുന്ന വായ്പ വളരെ കൃത്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും തിരിച്ചടവ് ഒരു സംശയവും വേണ്ട, തിരിച്ചടവ് കൃത്യമായിരിക്കും. മറ്റൊരു കാര്യം, ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബശ്രീ യൂണിറ്റിന്റെ വരുമാനം എന്താണെന്ന്
പറയാം, ബാങ്കിന്റെ വരുമാനം എന്താന്ന് പറയാം. ബാങ്കിന്റെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ 9% കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്ലി ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുക. നമ്മുടെ സിസ്റ്റത്തില് പിന്നെ മന്ത്ലി 9% നമ്മൾ ഡെബിറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ മന്ത്ലി കിട്ടുന്നത് ഒരു 10.4 നമുക്ക് വർക്കൗട്ട് ചെയ്യാം പലിശ. നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെൻഡിച്ചർ ഒന്നും ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും കൂട്ടി പരിശോധിച്ച് നമുക്ക് 10.4 ഇയർലി പലിശ കിട്ടുന്ന ഒരു വായ്പ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് മാനദണ്ഡം വെച്ച് കൂട്ടിയാലും ഏത് സഹകരണത്തിന്റെ വിശകലനാവട്ടെ നഷ്ടമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മള് എല്ലാ മാസവും 12 ഡെബിറ്റ് ഈ ക്യാഷ് ക്രെഡിറ്റിന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് കൂടെ നമ്മൾ പാസ്സാക്കിയതിനു ശേഷം 10 ലക്ഷം രൂപ കുടുംബശ്രീ യൂണിറ്റിന്റെ പേരിൽ ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ടായിട്ട് പ്രസിഡന്റ് സെക്രട്ടറി ഒപ്പിടേണ്ട ചെക്കായിട്ട് നമ്മൾ അങ്ങനെയാണ് അതിന്റെ ചെക്ക് ഓപ്പറേഷൻ നമ്മൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കൊടുക്കുകയും ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്ത് ഈ ആവശ്യമുള്ള ഫൈനാൻസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും തിരിച്ചടവ് സംഖ്യ മുഴുവൻ ഈ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചടവ് വരണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഇതിന്റെ അക്കൗണ്ടിങ് മെക്കാനിസം നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ കുടുംബശ്രീ കമ്മീഷൻ എത്രയാണ്, എങ്ങനെ കണക്കൂട്ടാന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ മുറ്റത്തമ്മിലെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇവരുടെ ലാഭം കണക്കാക്കി കൊടുക്കുന്ന പണി നമ്മൾ എടുക്കുന്ന ഒരു സ്ഥിതിയില്ല. അത് ഞാൻ അതിലേക്ക് വരാം. ആ പണിയൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പൊ ഇവിടെ ബാങ്കിന്റെ കാര്യം പറഞ്ഞു. ബാങ്കിന് ഇത് വളരെ ലാഭകരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. കുടുംബശ്രീ യൂണിറ്റുകളെ ഈ 10 ലക്ഷം രൂപ 9% വാങ്ങി 12% വിതരണം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന മാർജിൻ 3%. അപ്പൊ 30,000 നിങ്ങൾ കണക്കൂട്ടരുത്. 30,000 കണക്കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ ഫൈനാൻസിന്റെ കണക്ക് തെറ്റും. ഞാൻ നോക്കിയപ്പോ നമുക്ക് ഒരു കുടുംബശ്രീ യൂണിറ്റിന്റെ 10 ലക്ഷം രൂപയുടെ ബിസിനസ് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും 1,35,000 രൂപയോളം 10 ലക്ഷം രൂപയ്ക്ക് വരുമാനമുണ്ട്. അതെങ്ങനെയാണ്? 540 രൂപയാണ് ഒരാഴ്ചത്തെ തിരിച്ചടവ്. അപ്പോ ഉദാഹരണത്തിന് നമ്മള് 10 ലക്ഷം രൂപ നമ്മള് ഒരു വായ്പ കൊടുത്തു. അപ്പൊ ആ 10 ലക്ഷം രൂപയിൽ നമ്മളൊരു വായ്പ കൊടുത്താല് അത് ഒരാഴ്ച വിതരണം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടവ് നമുക്ക് 540 രൂപ വെച്ചിട്ട് നമുക്ക് 21,600 രൂപ തിരിച്ചടവ് വരും ഒരാഴ്ച. അപ്പൊ ഈ 21,000 രൂപ തിരിച്ചടവ് വരുമ്പോൾ ഞാനിപ്പോ അതിന്റെ ഒരു ചാർട്ടൊന്നും നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഞങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റിൽ ഈ കരാർ ഉൾപ്പെടെ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് കണക്ക് കാൽക്കുലേഷൻ ഒന്നും പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കണക്ക് ഒരു ക്ലാസ് ഞാൻ എടുക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 540 രൂപ വീതം നമുക്ക് തിരിച്ചടവ് കിട്ടുമ്പോൾ ഈ 10 ലക്ഷം കൊടുത്ത 40 പേർക്ക് കൊടുത്ത അതിന്റെ തിരിച്ചടവ് വരുന്ന സംഖ്യ സ്വാഭാവികമായിട്ടും 21,600 രൂപ വരും. ആ 21,600 രൂപ ഈ തിങ്കളാഴ്ചയാണ് നമ്മൾ വായ്പാ വിതരണം 10 ലക്ഷം നടത്തിയെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് 21,600 രൂപ റീപേയ്മെന്റ് വരും. ഈ 21,600 രൂപ നമ്മൾ വീണ്ടും ഒരാൾക്ക് കടം കൊടുക്കുകയാണ്. 20,000 രൂപ എടുത്തിട്ട് കടം കൊടുക്കുകയാണ്. അപ്പൊ ആ 20,000 രൂപയുടെ പലിശ കൂടി നമുക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾ ഇതില് ഒരു പ്രായോഗികമായിട്ടുള്ള ഇതും അതിന്റെ കണക്കും അതിന്റെ ചാർട്ടൊക്കെ ഉണ്ട്. 98,000 രൂപ ഇതിന് പലിശ കിട്ടും അഡീഷണൽ ഇൻകം ആയിട്ട്. 98,000 രൂപ ഈ സർക്കുലേറ്റഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മൈക്രോ ഫൈനാൻസിന്റെ ഈ വീക്കിലി നമ്മുടെ മണി സർക്കുലേഷന്റെ ഭാഗമായിട്ട് ഒരു കടം കൊടുത്തതിന്റെ പലിശ എടുത്ത് വീണ്ടും കടം കൊടുക്കുന്ന രീതി കൂട്ടുപലിശ അല്ലെങ്കിൽ അത് അറിയാലോ. അപ്പൊ അത് 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന പലിശ എടുത്ത് വീണ്ടും കൊടുക്കുകയാണ്. രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് അത് ഇരട്ടിയായി. അങ്ങനെ വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ 10 ലക്ഷം രൂപ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത സംഖ്യ 20,34,435 രൂപയാവും ഒരു വർഷം കൊണ്ട്. 52 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ കണക്കാക്കിയാല് 20,34,000. അപ്പൊ ജസ്റ്റ് ഡബിൾ ബിസിനസ്സാണ് ചെയ്യുന്നത്. 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ഇൻകം 98,000 രൂപ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 98,000 രൂപയുണ്ട്. പിന്നെ ഇതിന് നമ്മുടെ കൈകാര്യം ചെയ്യുന്നതിന് എക്സ്പെൻസ് നമുക്ക് 1000 രൂപയ്ക്ക് 5 രൂപ എന്നുള്ളൊരു സ്ലാബ് നമ്മുടെ RCSന്റെ സർക്കുലർ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കാം, ഒരു 1,35,000 രൂപ അഗ്രസീവായിട്ട് ജോലി ചെയ്യുന്ന
പിന്നെ അല്ലെങ്കിൽ നന്നായിട്ട് ഇതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കുടുംബശ്രീക്കാർക്ക് 10,000 രൂപയിലധികം വരുന്ന വരുമാനം ഒരു കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാകുന്നു. ഒന്ന്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്. അപ്പൊ ടീച്ചർ ഇവിടെ മന്ത്രി വേറെ വന്നപ്പോ ഇത് പല ജില്ലയിലേക്ക് സംസ്ഥാനത്തേക്ക് ഒരു വേറെ വിസിറ്റിന് വേണ്ടി മിനിസ്റ്റർ ഇവിടെ വന്നപ്പോ ഈ ടീച്ചർ വന്നിട്ട് ഇതിനെപ്പറ്റി ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കത്ത് പിന്നെ കൊടുത്തു. അപ്പൊ ആ കത്ത് കൊടുക്കാൻ മിനിസ്റ്റർ ഇവിടെ ബാങ്കിൽ ഇരിക്കുമ്പോഴാണ് കൊടുത്തത്. അപ്പൊ ആ കത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്നറിയോ? അവിടെ ഒരു കോളനി, ടീച്ചർ അടുത്ത വീട്ടില് ഒരു കോളനി ഉണ്ട്. അപ്പൊ ഈ കോളനിയിലേക്ക് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഈ ആള് പോകുന്നതും ഈ പറയുന്ന വെള്ള കുപ്പായം, വെള്ള ഷർട്ടും വെള്ള മുണ്ടുമുള്ള ഒരു ആള്, ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഒരു ബാഗുമായിട്ട് പോകുന്ന കാഴ്ച, 2 വീലർ റോട്ടിൽ നിർത്തി ഇറങ്ങി പോകണം, കോളനിയാണ്. കാഴ്ച ഈ ടീച്ചർ കാണാറുണ്ട്. അപ്പൊ ഈ ടീച്ചർ മനസ്സിലാക്കാറുണ്ട് ഈ കടം വാങ്ങലും പിരിക്കലും കൊടുക്കലും ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ ടീച്ചർക്ക് മനസ്സിലായി. അപ്പൊ ടീച്ചർക്ക് ഒരു കുടുംബശ്രീ ഉണ്ട്, സന്തുഷ്ട കുടുംബശ്രീ. അപ്പൊ ടീച്ചർ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പത്രത്തിലൊക്കെ വാർത്തയൊക്കെ വന്ന് വലിയ ഒരു ഇത് കിട്ടിയതാണ്, മുറ്റത്ത് മുല്ല എടുക്കാന്ന് പറഞ്ഞാൽ. ആ ടീച്ചർ എന്ത് ചെയ്തു? 10 ലക്ഷം രൂപ ഈ വായ്പ എടുത്തു. വായ്പ എടുത്തിട്ട് നേരെ ഈ ഇവരടുത്ത് പോയി. അവിടെ ഈ കംപ്ലീറ്റ് ലോൺ റീപ്ലേസ് ചെയ്തിട്ട് അവർക്ക് പിന്നെ ഒരു വരുമാനമൊന്നും വേണ്ട. അവരെന്ത് ചെയ്തു? ആ കിട്ടുന്ന പൈസ ബാങ്കിലേക്ക് തിരിച്ചടച്ചു. അവർ റീഫൈനാൻസ് ചെയ്തില്ല. അതായത് ഈ മാസം വരുന്ന 21,600 രൂപ അവര് റീഫൈനാൻസ് ചെയ്തില്ല. റീഫൈനാൻസ് ചെയ്യാതെ അപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പലിശ എല്ലാ മാസവും എടുത്തു, 9% വെച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോ ആ അക്കൗണ്ടില് 75,000 രൂപ അധികം ഉണ്ട്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മള് ഡിമിനിഷിങ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് 10 ലക്ഷം രൂപ വെറുതെ ഒരു വൺ ടൈം കൊടുത്ത ആൾക്ക് 75,000 രൂപ. അത് കണക്കാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ വേറെ രീതിയിലല്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഞാൻ മുഴുവൻ അതിന്റെ ചാർട്ട് എടുത്ത് പറയാൻ പ്രസന്റ് ചെയ്യാൻ സമയമില്ല. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കി അതിന്റെ കാൽക്കുലേഷൻ കിട്ടും. അപ്പൊ അത് ഒരു വലിയ കാര്യമല്ലേ? അപ്പൊ മൈക്രോ ഫൈനാൻസിന്റെ ഒരു എത്ര വലിയ ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകണം. 10 ലക്ഷം രൂപ ഒരു തവണ വായ്പ കൊടുത്ത ആളുകൾക്ക് 75,000 രൂപയുടെ ലാഭം ഉണ്ടാകും. അപ്പൊ ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ കുടുംബശ്രീ യൂണിറ്റുകൾ ആര് നടത്തുമെന്ന കാര്യം ഈ 10 ആൾ കൂട്ടായിട്ടല്ലാതെ നടത്തുക. അപ്പൊ ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യം, ഒരു 10% കുടുംബശ്രീക്കാർക്ക് കുടുംബശ്രീ യൂണിറ്റിന് കൊടുക്കുകയും ഒരു 2 പേരെ ഇതിന് ചുമതലപ്പെടുത്തുകയും, പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇതിനെ നടത്താൻ പറ്റുന്ന ആളുകളെ ചുമതലപ്പെടുത്തും. അപ്പൊ ഈ 2 പേരാണ് ഈ കുടുംബശ്രീ മുറ്റത്തെ മുല്ലയുടെ ആളുകള്, നടത്തിപ്പുകാര്. അപ്പൊ അവരെന്ത് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നടത്തുകയും മുറ്റത്തെ മുല്ലയുടെ ഒരു ബൈലോ അനുസരിച്ച് എല്ലാ ആഴ്ചയിലും കൂടുന്ന യോഗത്തില്, കുടുംബശ്രീ യോഗത്തില് മുറ്റത്തെ മുല്ലയുടെ കണക്ക് പ്രത്യേക അജണ്ടയായിട്ട് വെച്ച് ചർച്ച ചെയ്യണം. അപ്പോൾ ലോകകാര്യങ്ങൾ മുഴുവൻ അവർ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യം ചർച്ച ചെയ്യണം, എന്നതിന്റെ കണക്ക് സുതാര്യമായിട്ട് വെക്കണം എന്നുള്ളതൊക്കെ ഇതിന്റെ കാര്യങ്ങളാണ്. അപ്പൊ അതങ്ങനെ ഈ 2 പേരാണ് അത് നടത്തിപ്പുകാരെന്നുള്ളത് കൊണ്ട് ഈ 1,20,000 ആവറേജ് നമുക്ക് അങ്ങനെ കൂട്ടാം. 10,000 രൂപ മാസത്തിന് വരുമാനം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ ഈ 10,000 രൂപ വേണമെങ്കിൽ 5,000 രൂപ വെച്ച് അവർക്ക് എന്തായാലും എടുക്കാം, മാസം വേണമെങ്കിൽ എടുക്കാം, ടെൻറ്റേറ്റീവ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് വരെ എടുക്കാം. അപ്പൊ ഈ ബാക്കി പൈസ 10%, ആകെ വരുമാനത്തിന്റെ 10% കുടുംബശ്രീ യൂണിറ്റിനും ബാക്കി പൈസ ഇതിന്റെ നടത്തിപ്പുകാർക്കുമാണ് ഇവിടുത്തെ ഒരു രീതി. അത് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുക, നമ്മളതിൽ കയറി ഇത് ചെയ്യണ്ട. പിന്നെ ഇതിന്റെ ലാഭം കണക്കാക്കുക എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ വേറൊരു ചോദ്യം. പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ചോദ്യം ഉന്നയിക്കുന്നത് വേറെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു തലവേദന ഉണ്ടാക്കും നമുക്ക്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളൊരു ഹാർഡ്വെയർ ഷോപ്പിന് 10 ലക്ഷം രൂപ കടം കൊടുത്തു കച്ചവടത്തിന് വേണ്ടിയിട്ട്. ആ ഹാർഡ്വെയർ ഷോപ്പുകാരൻ ആ 10 ലക്ഷം രൂപയെ കൊണ്ട് ബിസിനസ് ചെയ്തു, അതിൽ നിന്നുള്ള വരുമാനമൊക്കെ അക്കൗണ്ടിൽ ഇങ്ങനെ ഡീൽ ചെയ്തു. അപ്പൊ നിങ്ങളുടെ 10 ലക്ഷം കഴിച്ച് ബാക്കി അക്കൗണ്ടിൽ എന്തുണ്ടോ അതാണ് കുടുംബശ്രീ യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പിന്റെ വരുമാനം എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വായ്പ അവർക്ക് കൊടുത്തതാണ്. അതിന്റെ ബിസിനസിന്റെ റിസൾട്ട് മുഴുവൻ എവിടെ റിഫ്ലക്ട് ചെയ്യും? ആ അക്കൗണ്ടിൽ, ആ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യും. ആ ക്യാഷ് ക്രെഡിറ്റിന്റെ അക്കൗണ്ടിൽ ഒരു വർഷം നമ്മുടെ കണക്ക് പരിശോധിച്ചാല്, ഇപ്പൊ ഇതൊരു തുടർ പ്രക്രിയ ആയതുകൊണ്ട് ആൾ ഓഫ് എ സഡൻ ഒരു ദിവസം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ആകെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് നോക്കുക. കുടുംബശ്രീ യൂണിറ്റിന്റെ 11 ലക്ഷത്തി 10 ലക്ഷം രൂപയെ കൊണ്ട് മര്യാദയ്ക്ക് കച്ചവടം ചെയ്തിട്ടുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റ് ആണെങ്കിൽ 11,20,000 30,000 18,000 കാണാം. അപ്പൊ ഈ 10 ലക്ഷം രൂപയാണ് അവരുടെ കടം. നിങ്ങൾ ലോൺ റിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 10 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് ചെയ്ത് 11,20,000 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് കണക്ക്. 1,20,000 അവരുടെ ലാഭം. അത് അവർക്ക്
ഡിവൈഡ് ചെയ്യാവുന്ന ലാഭമാണ്. അതിന് പുതിയ വായ്പ വരുമ്പോൾ ആ പിന്നെ വായ്പ വിതരണം ചെയ്യാതെ അവരുടെ എക്സ്പെൻസിലേക്ക് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ മാസവും 5000 രൂപ വെച്ചെടുക്കാം. പലപ്പോഴും പല ബാങ്കുകളും ചെയ്ത പണി എന്താ വെച്ചാൽ ഓരോ ആഴ്ചയിൽ വരുന്ന ഈ വിഹിതത്തിൽ നിന്ന് 21,600 രൂപയിൽ കുടുംബശ്രീയുടെ വീതം കണക്കാക്കും, ബാങ്കിന്റെ വീതം കണക്കാക്കി. ഇത് വല്ലാത്ത രൂപത്തിലുള്ള വലിയ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പൊ അത് ഒഴിവാക്കണം. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വായ്പ കൊടുത്താൽ വായ്പയിൽ നിന്ന് കിട്ടുന്ന ലാഭമായാലും നഷ്ടമാണെങ്കിലും നമ്മൾ എല്ലാ മാസവും നമുക്ക് വരുമാനം എടുത്തു. പിന്നെ എന്തിനാ നമ്മൾ അവരുടെ വരുമാനത്തിൽ ഇടപെടുന്നത്? പിന്നെ അവരത് എങ്ങനെയാണെങ്കിലും ഈ കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറയണം, മീറ്റിംഗ് വിളിച്ച് പറയണം. നിങ്ങളാണ് ഇതിന്റെ നടത്തിപ്പുകാര്, ഇതിന്റെ സുതാര്യത നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെ പോയ ഒരുപാട് നല്ല യൂണിറ്റുകൾ ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാണ്. ഇപ്പൊ ഞങ്ങൾ ഇതുവരെയുള്ള ഇതുവരെ വിതരണം ചെയ്ത് 158,82,00,000 രൂപ നമ്മളിപ്പോ ഇതില് വിതരണം ചെയ്തു. അതിൽ 140,55,00,000 രൂപ തിരിച്ചടവ്. ഇപ്പൊ നമുക്ക് 18,27,00,000 ഇപ്പൊ നമ്മുടെ റണ്ണിങ് ആയിട്ട് ഇപ്പൊ 18 കോടിയോളം ഞങ്ങൾ ഈ വായ്പ ഇപ്പൊ കുറച്ചിപ്പോ അതിന് ശേഷം കുറച്ച് കുറവാണ് പല കാര്യങ്ങൾ കൊണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ പല കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ റൂറൽ എക്കോണമിയിൽ ഒരു വിപ്ലവകരമായ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇതിനൊരു വലിയ ബാലാരിഷ്ടത വന്നു. ആ ബാലാരിഷ്ടത എന്ന് പറയുന്നത് ഈ പദ്ധതി നമ്മുടെ ബാങ്കിൽ വിതരണം ചെയ്യുന്നത് 2018 ജൂൺ 26-നാണ്. ആ ജൂൺ 26-ന് ശേഷം ഉണ്ടായ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ജൂണല്ല, 18 കഴിഞ്ഞപ്പോൾ 19 വന്നു. 19 വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ മൊറട്ടോറിയം വന്നു. ഇതിന്റെ തിരിച്ചടവ് തെറ്റി. അപ്പൊ ഇത് അങ്ങനെ ഒരു ബാലാരിഷ്ടതയിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് വളരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു? പലരും വളയമില്ലാതെ ചാടാൻ തീരുമാനിച്ചു. പലരും അങ്ങനെ ചെയ്തു. ചിലവര് മാനദണ്ഡങ്ങളൊക്കെ മറികടന്ന് വായ്പ കൊടുത്തു. അപ്പൊ കുറെ ലോണുകൾ. സ്ത്രീകളെ ഈ കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്ലസ് ഞാൻ പറഞ്ഞു. പക്ഷെ കുഴപ്പമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ സ്ത്രീകളുടെ കാര്യത്തില്. ഞാൻ ഇപ്പൊ എന്തെങ്കിലും സ്ത്രീകളുടെ നിലയ്ക്കല്ല ഞാൻ പറയുന്നത്, ദയവായി തെറ്റിദ്ധരിക്കരുത്. കുഴപ്പമായി കഴിഞ്ഞാൽ കുടുംബശ്രീ യൂണിറ്റ് കുഴപ്പമാണ് കേട്ടോ. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത അത്രയും വലിയ കുഴപ്പത്തിലേക്ക് അവർ പോകും മറ്റുള്ള ഈ ആള്. അത് വലിയ കുഴപ്പമാവും. അപ്പൊ ആ നിലയില് കുഴപ്പം സംഭവിച്ച പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെക്യൂർഡാണ്. നമുക്ക് ഈ കുടുംബശ്രീ 10 അംഗങ്ങളുടെ പേരിലോ 15 അംഗങ്ങളുടെ പേരിലോ അതിനകത്ത് നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇതിലെ കുടുംബശ്രീ യൂണിറ്റുകളെ സംബന്ധിച്ച് ഇത് ലാഭകരമാണ്, ബാങ്കിനെ സംബന്ധിച്ച് ലാഭകരമാണ്. ഇതിന്റെ സാമൂഹ്യ പശ്ചാത്തലം ഞാൻ ഇവിടെ വിവരിച്ചു. ഇത് ഏറ്റെടുക്കേണ്ട കാര്യങ്ങളും നമ്മുടെ ഒരു ഓപ്പറേഷൻ, ഒരു മൈക്രോ ഫൈനാൻസ് മെക്കാനിസം നമ്മുടെ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ നിലനിൽക്കേണ്ട ഒരു ആവശ്യകതയും ഞാൻ പറഞ്ഞു. അത് നമ്മുടെ ബിസിനസിന്റെ ഭാഗമാണ്, നമ്മുടെ ബിസിനസ് താല്പര്യമാണ്. അത് നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകണം എന്നുള്ളത്. അപ്പൊ ആ നിലയിലൊക്കെ തന്നെ ഇതിന് ഒരു പ്രസക്തിയുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം ഞങ്ങൾ മാനുവൽ ആയിരുന്നു നോക്കെ പ്രിന്റിങ് ചെയ്ത് പുസ്തകം അവർക്ക് കൊടുത്ത് പുസ്തകം കണക്ക് എഴുതാൻ പഠിപ്പിച്ചു. പിന്നീട് നമ്മൾ മാറിയതിന്റെ കൂട്ടത്തില് ഞങ്ങൾ ഇതിനൊരു സോഫ്റ്റ്വെയർ ചെയ്തു. ആ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ സോഫ്റ്റ്വെയർ ആണ്. അവരവരുടെ ഫോണിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓരോ വായ്പയും ഫോൺ വഴി വിതരണം ചെയ്യാം. വളരെ സിമ്പിളായിട്ട്. ഏത് അത്യാവശ്യം അവരിപ്പോ കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിലേക്ക് പോകണ്ട. അപ്പൊ ഏത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്നതാണ്. അവർക്കിപ്പോ ഫേസ്ബുക്കിന്റെ കാര്യത്തിലാവട്ടെ, ഇനി വാട്സാപ്പിന്റെ കാര്യത്തിലാവട്ടെ, ഈവൺ ഇൻസ്റ്റയുടെ കാര്യത്തിലാവട്ടെ, വളരെ നല്ല രൂപത്തിൽ ഓരോ കാര്യങ്ങളും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും കഴിയുന്ന രൂപത്തിലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് വ്യവസ്ഥാപിതമായിട്ടുള്ള അക്കാഡമിക്കലി ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ്. പക്ഷെ ഇതൊന്നും സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമേ അല്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അവർക്കത് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതില് ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾക്കും വായ്പ ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഓരോ ആഴ്ചയിലുള്ള തിരിച്ചടവ്, പ്രിമിച്ചർ പോഷൻ വരികയാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ വളരെ കൃത്യമായിട്ട് വളരെ ലളിതമായിട്ടും ചെയ്യാൻ പറ്റും. ഇതൊരു ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ പറയാൻ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ജെവിനൊക്കെ ഉണ്ട്, ജെവിനോ ഐസൊക്കെ ഉണ്ട്. ഇതൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കണക്കും നമുക്ക് കിട്ടും. ഇവർ ആർക്ക് ലോൺ കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ അവരുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് വാങ്ങുന്നത് വെറുതെ ഒരു ഇതിലാണ്. കാരണം അപ്പൊ ഓരോ കുടുംബശ്രീ യൂണിറ്റുകളുടെയും മോണിറ്ററിങ് നമുക്ക് വളരെ എളുപ്പമാണ്.
ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടവിന്റെ കുറവോ മറ്റെല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് മോണിറ്ററിങ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഈ കുടുംബശ്രീ യൂണിറ്റിന് ഔട്ട്സ്റ്റാൻഡിങ്ങും ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ആരാണ് തിരിച്ചടവ്, എത്ര പിന്നെ തിരിച്ചടവുണ്ട്, എത്ര ആഴ്ച പെൻഡിങ് ഉണ്ട്, ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ വിശദമായിട്ട് നമുക്ക് റിപ്പോർട്ട് എടുത്ത് ചെക്ക് ചെയ്യാം. അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അവർ പുസ്തകമായി പരിശോധിക്കേണ്ടത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവര് ഒരു വീട്ടിൽ പോയി ഒരു വായ്പ വിതരണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് അപ്പൊ തന്നെ അപ്ഡേഷൻ അത് നമ്മുടെ അതിലേക്ക് കിട്ടും. പിന്നെ അത് SMS ത്രൂ നമുക്ക് അവർക്ക് അതിന്റെ അപ്ഡേഷൻ കൊടുക്കും. അപ്പൊ അത് വളരെ കുറഞ്ഞ ഒരു രീതിയിൽ അതിന്റെ ഒരു സാമ്പത്തിക, ഞങ്ങളൊക്കെ അതിന്റെ പിന്നെ സമയത്തൊക്കെ ജെവിൻ പറഞ്ഞതാണ്, ഒരു 10-15 കുറച്ച് കൂടുതൽ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ഒരു കുറഞ്ഞ പൈസക്ക്, ഞാനിപ്പോ ഈ ജെവിന്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അത് ഞാൻ പറയുന്നത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് അവര് നിങ്ങൾ സംഘക്കാരുമായിട്ട് അത് ഇത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ സംഘക്കാർ അവരുമായിട്ട്. അപ്പൊ അത് അങ്ങനെ വന്നു കഴിഞ്ഞാല് എല്ലാവരും അത് പൂർണ്ണമായിട്ടും നമുക്ക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാല് കുറെ ഈ പിന്നെ നമുക്ക് തെറ്റായിട്ടുള്ള പ്രവണതകൾ ഒഴിവാക്കാൻ പറ്റും. ഒരു ആധാർ കാർഡിൽ 2 ലോൺ കൊടുക്കാൻ കഴിയില്ല, ഒരു ഫോൺ നമ്പറിൽ 2 ലോൺ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു അഡ്രസ്സിൽ 2 ലോൺ. അപ്പൊ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് അതിന്റെ റെസ്ട്രിക്ഷൻസ് നമ്മുടെ പിന്നെ അതിനു വേണ്ടി ഇഷാറ സർക്കുലറുകളുണ്ട് എല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റില്. പിന്നെ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടും. അതിൽ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ അത് ചെയ്യുന്ന സംഘക്കാർക്കൊക്കെ ഇതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. അപ്പൊ ആ രൂപത്തില് ഒരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടതൊന്നും ഇതിന്റെ ഒരു തിരിച്ചടവോ അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഉപയോഗിച്ച ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞത് ആള് മരിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊരു അനാഥത്വം വരും. അപ്പൊ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സോഷ്യലായിട്ടോ ലീഗലായിട്ടോ ഒന്നും ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിന്റെ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പൊ നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വനാഥൻ, അദ്ദേഹം പിന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഇതിനു വേണ്ടി LIC കൊണ്ട് ഡെവലപ്പ് ചെയ്യിപ്പിച്ചു. അന്നിപ്പോ 186 രൂപയുടെ ആയിരുന്നു. ഇപ്പൊ അത് കൂടിയിട്ടുണ്ട്, 200 രൂപയുടെ പ്രീമിയം എന്ന് പറഞ്ഞു. അതിനകത്ത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പങ്കെടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് 50,000 രൂപയ്ക്ക് 200 രൂപയുടെ ഒരു പ്രീമിയം ഒരു പിന്നെ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ലോൺ അഷ്വേർഡ് സം അഷ്വേർഡ് 50,000 രൂപയാണ്. ഈ ഒരു വായ്പക്കാരൻ അയാള് പിന്നെ 35,000 രൂപ അടച്ചു കഴിഞ്ഞു എന്ന് വെച്ചോളൂ. 15,000 രൂപ അടയ്ക്കാൻ ബാക്കി നിൽക്കുന്ന സമയത്ത് അയാൾ മരിച്ചാൽ കൂടി നമുക്ക് തിരിച്ച് ക്ലെയിം കിട്ടുന്നത് 50,000 രൂപയാണ്. ഞങ്ങൾ കുറെ ക്ലെയിം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 50,000 രൂപ നമുക്ക് കിട്ടും. ആ 50,000 രൂപ നമുക്ക് ആ കുടുംബത്തെ സഹായിക്കാം. 15,000 രൂപ പിന്നെ ലോണിലേക്ക് ഓരോരുത്തർ 35,000 രൂപ അവിടെ കൊണ്ടേ കൊടുക്കാം. നമ്മളാണ് അതിന്റെ പോളിസി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് പിന്നെ ഗ്രൂപ്പ് പോളിസിയാണ്. അതിന്റെയും ഡീറ്റെയിൽസ് ഞാൻ പിന്നെ അവർ പറയും. അത് വീക്കിലി വൺസ് അതിന് നമ്മൾ അതിന്റെ വെക്കാൻ അത് പറയും. അപ്പൊ അത്ര കണ്ട് നമ്മൾ ഈ മുറ്റത്തെ മുല്ലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറെ അഡ്വാൻസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഇത് ഓരോ കാലത്തും അതിന്റെ പ്രസക്തി ഞാൻ പറഞ്ഞല്ലോ. മൈക്രോ ഫൈനാൻസ് ആണ് വിഷയം. മൈക്രോ ഫൈനാൻസിൽ നമ്മുടെ ഒരു സാന്നിധ്യം വേണം. നമ്മുടെ പിന്നെ ഗ്രാമീണ മേഖലയിലെ പ്രത്യേകിച്ച് എല്ലായിടത്തും നമ്മുടെ ഒരു സാന്നിധ്യം ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള വായ്പകൾ കൊണ്ട് കഴിയില്ല. നമ്മൾ കൊടുക്കുന്ന NAMT, NLT അതുപോലെ മറ്റ് കാർഷിക വായ്പകളോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള കൺസ്യൂമർ ലോണുകളോ കൊണ്ടൊന്നും നമുക്കൊരു വിഭാഗത്തിന് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ അതിന്റെ ലാഭവും പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ പരമാവധി നമ്മുടെ ഒരു മുറ്റത്തമുല്ല എന്ന് പറയുന്ന ആശയം സ്വാഭാവികമായിട്ടും വട്ടിപ്പലിശക്കാരെ നമ്മൾ തുരത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ കൂടി അതിന്റെ പിന്നിൽ വലിയ ഒരു സാമ്പത്തിക ശാസ്ത്രം കൂടി ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മളെ ഇല്ലാതാക്കാൻ വരെ പ്രാപ്തിയുള്ള ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഇടയിൽ നമ്മുടെ സാന്നിധ്യം പോലും ഇല്ലാതിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാന്നിധ്യമെങ്കിലും ഉണ്ടെങ്കിൽ ചില ആളുകൾക്കെങ്കിലും മനസ്സിലാവും ഇവിടുന്ന് വാങ്ങിയാൽ ഇങ്ങനെയാണ്, അവിടുന്ന് വാങ്ങിയാൽ അങ്ങനെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സാന്നിധ്യമെങ്കിലും ഉണ്ടാകണം എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറച്ച് അധികം സമയം എടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ പ്രകടിപ്പിക്കുന്നതിൽ 1 മണിക്കൂറിലധികമായി. ഏതായാലും എല്ലാവർക്കും ഞാൻ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചതിന് നിങ്ങളോടൊക്കെ കുറച്ചു നേരം സംവേദിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം എല്ലാവരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഇത് പൂർണ്ണമാകാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് തരത്തിലുള്ള ഇന്ററാക്ഷൻ വേണമെങ്കിലും ഞാൻ തയ്യാറാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോഴോ പിന്നീടോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ പിന്നെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ രൂപ നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഈ പദ്ധതി ആലപ്പുഴ ജില്ലയിൽ കൃത്യമായി സാർ പറഞ്ഞ പോലെ സാറിന്റെ അതേ കാഴ്ചപ്പാടോടുകൂടി തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു
സഹകരണ സ്ഥാപനമാണ് കുമാരപുരം സർവീസ് സഹകരണ ബാങ്ക്. ഞാൻ അവിടുത്തെ ജീവനക്കാരനാണ്. എന്റെ കൂടൊപ്പം അത് ഇംപ്ലിമെന്റിംഗ് സമയത്ത് കൂടെ നിന്ന് സഹായിച്ച ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ടുള്ളത് ഇവിടെ പ്രിയപ്പെട്ട എന്റെ ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സയ്യിദ് സാറിനെ ഹാർദവപൂർവ്വം സഹകരണ വീക്ഷണത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ അറിവുകളും മറ്റു കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. വളരെ ഹെഡ്സെറ്റ് ഒക്കെ മാറ്റാം. ഇതിന്റെ ആശയം സാധാരണ മേഖലയിൽ ഒപ്പം ഈ മദ്യത്തിന്റെ നഗാധ ആശയങ്ങൾ ആവശ്യത്തിന് ഉണ്ട്. അത് മേഖലയിൽ വളരെ കൂടുതലായി പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സൗണ്ട് കുറവുണ്ട്. സൗണ്ട് ഒന്ന് ക്ലിയർ ആകുന്നത് കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ലിയർ ആകുന്നില്ല. സൗണ്ട് ക്ലിയർ ആകുന്നില്ല സർ. അത് വളരെ ഭംഗിയായി തന്നെ ഞങ്ങള് അത് ഈ എല്ലാ യൂണിറ്റുകളും അത്ര അല്ല. യൂണിറ്റിന് അതിൽ ചില ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാലും അവരെ വളരെ കൃത്യമായിട്ടുള്ള അവരെ നമുക്ക് അതാണ് ഇപ്പോഴൊരു ആയിട്ട് എനിക്ക് പറയാം. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പുകള് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. വ്യക്തതയില്ലല്ലോ. സൗണ്ട് ക്ലിയർ അല്ല സാറേ. സൗണ്ട് കട്ടാവുന്നുണ്ട് സാറേ. ഈ പറഞ്ഞതുപോലെയുള്ള പിന്നെ ഇവര് യൂണിറ്റിനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രധാന കാര്യമാണ്. അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിനെ കണ്ടെത്തി ആ യൂണിറ്റിലേക്ക് ഈ എന്ന രൂപം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഗുണകരമായ ഒരു കാര്യമായിട്ടാണ്. ആ യൂണിറ്റില് കൊണ്ടുപോകുന്നത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് കേന്ദ്ര ഭാഗത്തോട് നല്ലൊരു അത് എന്തോ അവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല, ക്ലിയർ ആവുന്നില്ല. അത് വളരെ ഭംഗിയായി തന്നെ അത് ഇംപ്ലിമെന്റ് അതിന്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്കും കഴിഞ്ഞത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്പർ കൂടി എടുക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാറിനെ വിളിച്ച് ചോദിച്ച് കൂടുതൽ അപ്ഡേറ്റ് ആകാൻ ഞങ്ങൾക്ക് കഴിയൂ എന്നുള്ളതാണ് എനിക്ക് അർത്ഥത്തിൽ പറയാനുള്ളത്. പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും എല്ലാ സംഘങ്ങൾക്കും ഈ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ എല്ലാ ബാങ്കുകൾക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് സൗണ്ട് ക്ലിയർ ആയില്ല എങ്കിൽ പോലും സാർ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണർകാടിന്റെ പുരുഷോത്തമൻ സാറിന്റെയൊക്കെ ആശയങ്ങളും സഹായങ്ങളും കൂടുതൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ഈ നമ്മുടെ കുമാരപുരം ബാങ്കിൽ ഇംപ്ലിമെന്റ് സമയത്തെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു മോഡലാക്കാൻ മണർകാടിൽ നിന്ന് കിട്ടിയ ആ ഒരു ബൈലോ ഒരു സെക്കൻഡ് അരുണ ഒരു കാര്യം കൂടെ പുരുഷോത്തമൻ സാർ പറഞ്ഞ പോലെ ഞങ്ങളും നേവി പ്ലസ് ആണ്. ഞങ്ങളിവിടെ സോഫ്റ്റ്വെയർ ഞങ്ങളും ഒരു ലാപ്ടോപ്പ് കാര്യങ്ങളെല്ലാം 24 യൂണിറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് ഞങ്ങൾ അതിന്റെ റീപേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സോഫ്റ്റ്വെയറിന്റെ MD ഈ മീറ്റിംഗിലുണ്ട്, അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ ഇല്ലാത്തത് ഞങ്ങളുടെ ഒരു സാർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസിന്റെ അതിന്റെ നമ്പറോട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഇതിൽ അതും കൂടി ഇതിന്റെ കൂട്ടോടൊപ്പം ചേർത്ത് കാര്യം ഇച്ചിലൂടെ ഭംഗിയായി നടത്താനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തുന്നതാണ്.
ഇൻഷുറൻസിന്റെ കാര്യത്തില് ഇപ്പൊ അടാട്ട് വിശ്വനാഥൻ നമ്മുടെ നിങ്ങൾക്ക് വേണ്ടി ഈ സഹകരണ വീക്ഷണത്തിലെ ഒരു അംഗമാണ്. അദ്ദേഹം ക്ലാസ് എടുത്തിട്ടുണ്ട്, അദ്ദേഹം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഇൻഷുറൻസിന്റെ കാര്യത്തിന് അദ്ദേഹത്തുമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ പ്രമേയത്തിന്റെ കാര്യം. 50,000 രൂപയ്ക്ക് 200 രൂപ. അപ്പൊ അതിന് പിന്നെ സ്ലാബ് അതാണ്. അപ്പൊ അത് പെട്ടെന്ന് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നമുക്ക് കണ്ടതിന് ശേഷം സംഘക്കാർക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് ഓപ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അതെ അതെ അതെ, നമുക്ക് വളരെ കൃത്യമായി തന്നെ നിർദ്ദേശങ്ങളാണ് നമ്മുടെ 2 സെക്രട്ടറിമാരും നൽകിയിട്ടുള്ളത്. അപ്പം ഇംപ്ലിമെന്റിങ് സമയത്ത് നമ്മുടെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വടകാട് നിന്ന് കിട്ടിയ കുറച്ച് ഡോക്യുമെന്റുകൾ മാത്രമാണ് നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ച് നമ്മുടെ IVS ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഈ പേപ്പറിൽ ആണ് കണക്കുകൾ എഴുതിയത്. പല വിധത്തിലുള്ള നമ്മുടെ കുമാരൂർ ബാങ്കിന്റെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ പല വിധത്തിലുള്ള പോരായ്മകൾ കണ്ടതിനെ തുടർന്നാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേവി പ്ലസിന്റെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. സെക്രട്ടറി പറഞ്ഞ പോലെ അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്, നമ്മൾ ക്ഷണം സ്വീകരിച്ച്. പിന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള, ഈ യൂണിറ്റുകൾ തിരഞ്ഞെടുക്കുവാൻ തൊട്ട് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധ പുലർത്തണം. അതുപോലെ തന്നെ ഏറ്റെടുക്കുക സഹകരണ സ്ഥാപനങ്ങൾക്ക് വളരെ ഗുണകരമായ പദ്ധതിയാണ്. ഞങ്ങളുടെ ബാങ്കിൽ ഞങ്ങൾ ചെയ്തതെന്ന് പറയുന്നത്, ഈ കുടുംബശ്രീക്കാരോടൊപ്പം തന്നെ നമ്മുടെ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളെയും കൂടെ ചുമതലപ്പെടുത്തി വായ്പ കൊടുക്കുന്നതിന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളെയും കൂടെ ചുമതലപ്പെടുത്തി. ഇതൊരു വളരെ ഗുണകരമായിട്ട് വന്നു. അന്നേരം ഈ ആദ്യഘട്ടത്തിൽ പലരും പല യൂണിറ്റുകളുള്ള കാരണം നമുക്ക് സെക്രട്ടറി പറഞ്ഞാൽ 24 യൂണിറ്റുകളിൽ നമ്മൾ 4,80,00,000 രൂപയാണ് നമ്മൾ വായ്പ നൽകിയിട്ടുള്ളത്. അപ്പം കുടിശ്ശിക ശതമാനം എന്ന് പറയുമ്പം വളരെ തുച്ഛമായിട്ടുള്ള കുടിശ്ശിക ശതമാനം മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പം പല യൂണിറ്റുകളിൽ പോയി വായ്പ എടുക്കുന്ന ഒരു പ്രവണതയും കാര്യങ്ങളും ഒക്കെ കണ്ടു. അപ്പം അപ്പോഴാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഇതിലേക്ക് മാറുകയും നമ്മൾ ആദ്യം ഒരു വായ്പ കാൽക്കുലേറ്റർ തയ്യാറാക്കി. അതായത് ഒരു നമ്പർ മാറ്റി കഴിഞ്ഞാൽ 1-2 ഇൻസ്റ്റാൾമെന്റ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ വായ്പയുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു വായ്പ കാൽക്കുലേറ്റർ ചെയ്ത് ഒരു പരിധി വരെ ഇതിനകത്ത് കറപ്ഷൻസ് ഒഴിവാക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തി. അത് വിജയിച്ചു. അതിനുശേഷമാണ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് പോയത്. അതുപോലെ തന്നെ എല്ലാ യൂണിറ്റുകളിലെയും സെക്രട്ടറി സൂചിപ്പിച്ച പോലെ നമ്മൾ കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രാദേശികമായി വിലയിരുത്തുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിന് സൂചിപ്പിച്ച പോലെ 2 ഏജന്റുമാരെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനം ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏജന്റുമാർക്ക് നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്താണ് അത് ലോഗിൻ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ സാക്ഷികളെ നിർബന്ധമായിട്ടും 2 സാക്ഷികളെ വാങ്ങാറുണ്ട്. ഒന്ന് കുടുംബശ്രീ അംഗത്തെയും ഈ വായ്പക്കാരന്റെ വീട്ടിലുള്ള ഒരാളെയും കൂടെ സാക്ഷിയാക്കുന്ന ഒരു രീതി നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ അനുഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടുതൽ വായ്പ എടുത്ത ആൾ മരിച്ചു പോകുന്നതിൽ ചെയ്ത് കഴിയുമ്പോൾ വായ്പ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ ഇങ്ങനെ വന്നു. അത് ഒഴിവാക്കുന്നതിന് സഹായമായി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റു താല്പര്യങ്ങളോ ഒന്നും നോക്കാതെയാണ് യൂണിറ്റുകളെ തിരഞ്ഞെടുത്തതും അതും ഒരു വിജയത്തിന്റെ ഒരു ഘടകമായി. അപ്പം ഇനി നമുക്ക് ചർച്ച എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിലേക്കാണ്. നമുക്ക് സംസ്ഥാന തലത്തിൽ തന്നെ ഇതിനു വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത നമ്മുടെ 2 സ്ഥാപനങ്ങളുണ്ട്. 2 അല്ല, നിരവധി സ്ഥാപനങ്ങൾ കാണും. പക്ഷെ ഈ 2 സ്ഥാപനങ്ങൾ കുമാരപുരം സർവീസ് സഹകരണ ബാങ്കും മണർകാട് സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് നിൽക്കുന്ന ആ 2 സ്ഥാപനങ്ങളെയും, അതുപോലെ തന്നെ ഇൻഷുറൻസ് ചെയ്തു തന്ന മണർകാടിന്റെ ഇൻഷുറൻസ് പദ്ധതി ചെയ്തു കൊടുത്ത അടാട്ട് സഹകരണ വിശ്വാസ കുടുംബാംഗം കൂടിയായ അദ്ദേഹത്തെയാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പെർഫെക്റ്റിന്റെ ഭാരവാഹികൾ ഒരു സംശയം സാർ, ഇപ്പൊ നമുക്ക് ഇപ്പോഴും ഈ തുടർന്ന് കൊടുക്കാൻ പറ്റുമോ? ഈ മുറ്റത്തെ മുല്ല ഫ്രഷ് ആയിട്ട് ഇതൊരു സംശയം നിർത്തിവെച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ തുടർന്ന് ഇപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പിന്നെ ഒരു വാർഡിൽ 3 കുടുംബശ്രീ യൂണിറ്റ് എന്ന നിലയിൽ സബ്റൂൾ പാസ്സാക്കി നമുക്കത് ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല. IMPP അനുസരിച്ച് ഞങ്ങളുടെ ബാങ്കിൽ 20 ലക്ഷം രൂപ വരെ വായ്പാ പരിധിയുണ്ട്. എനിക്കൊരു കാര്യം കൂടെ പുരുഷോത്തമ സാറിന് ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധപ്പെടുത്താനുള്ളത്, നമ്മൾ സഹകരണ വീക്ഷണ RCSന് ഒരു കത്ത് കൊടുത്തിരുന്നു 2 മാസം മുമ്പ്. പക്ഷേ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് കുടുംബശ്രീ യൂണിറ്റുകളുടെ വായ്പാ പരിധി. നാഷണലൈസ് ബാങ്കുകളിൽ 20-25 ലക്ഷം രൂപ വായ്പാ പരിധി ഉണ്ട്. നമ്മൾ കുടുംബശ്രീ വായ്പാ പരിധി തുടങ്ങിയ കാലഘട്ടത്തിലാണ് 10 ലക്ഷം രൂപ നമ്മളൊന്ന് പരിധി വെച്ചത്. ഒരു കുടുംബശ്രീ അംഗത്തിന് 1 ലക്ഷം രൂപയും പരമാവധി യൂണിറ്റിന് 10 ലക്ഷം രൂപ എന്നുള്ളത്. ഇന്നും ആ സീലിംഗിലാണ് നിൽക്കുന്നത്. ഇത് ഈ സഹകരണ മേഖലയ്ക്ക് ഒരു തിരിച്ചടിയാണ്. ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ബാങ്കിന്റെ സെക്രട്ടറിയാണ് ഇത് സഹകരണ വീക്ഷണം ചൂണ്ടിക്കാട്ടണം, കത്ത് നൽകണം എന്നാവശ്യപ്പെട്ടത്.
അദ്ദേഹത്തിന്റെ വാക്കായിട്ട് നമ്മൾ കൊടുത്ത് 2 മാസമായി. അതിനകത്തൊരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ട്. സാറും കൂടെ അതിനകത്തൊരു ഇടപെടൽ നടത്തണം. നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകളുടെ വായ്പാ പരിധി 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാക്കണം എന്നൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായി വായ്പ കിട്ടുന്ന ഒരു വായ്പയാണ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്ന് തടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു സൈഡിൽ കൂടെ പോകുന്നു. അവർ നാഷണലൈസ്ഡ് ബാങ്കുകളിലെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ഞാനൊരു കാര്യം കൂടെ ഇതിനിടയിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒരംഗത്തിന് 1 ലക്ഷം രൂപ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ബൈലോയിലും ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ടുള്ളത്, സബ് റൂളും. അപ്പോ 15 അംഗങ്ങളുള്ള മിനിമം 10 ലക്ഷം രൂപ കൊടുക്കും. ഒരു കുടുംബശ്രീ യൂണിറ്റ് 10 ലക്ഷം. 10 ലക്ഷം രൂപയിൽ അധികരിക്കണമെങ്കിൽ ഒരംഗത്തിന് 1 ലക്ഷം രൂപ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ. അപ്പോൾ 16 മെമ്പർമാരുണ്ടെങ്കിൽ 16 ലക്ഷം, പരമാവധി 20 ലക്ഷം. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ജനറലൈസ് ചെയ്ത് കുടുംബശ്രീ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ രജിസ്ട്രാർ അത് ഒരു കാര്യം ചെയ്യാം. അക്കാര്യത്തില് ഒരു ഓപ്പൺ പെർമിഷൻ, അത് നമുക്കൊരു ന്യായമായ കാര്യമാണ്. നമുക്കത് ടേക്ക് അപ്പ് ചെയ്യാവുന്നതാണ്. എന്തായാലും കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്കത് ഫോളോ അപ്പ് ചെയ്യാന്നാണ് തോന്നുന്നത്. RCSന്റെ ശ്രദ്ധപ്പെടുത്താം, മന്ത്രിയുടെ ശ്രദ്ധ തന്നെ അത് പെടുത്തേണ്ട ഒരു വിഷയമാണ്. പെടുത്താം. താങ്ക് യു സാർ. പെർഫെക്റ്റിന്റെ പ്രതിനിധി ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ഒന്ന് പറയാം. പ്രസാദ് സാറും ഉണ്ട്. പ്രസാദ് സാർ ഒന്ന് തുടങ്ങിയപ്പം തൊട്ടേ ഉണ്ട്. ബിജു സാർ ആരാണ് പറയേണ്ടത് സാറേ? ബിജു സാർ തുടങ്ങിക്കോ. ബിജു സാർ. ഓക്കെ. സഹകരണ വീക്ഷണത്തിലെ കുടുംബാംഗങ്ങളെ, ഇതില് പെർഫെക്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് ഇതിൽ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതില് മെയിനായിട്ട് 2 പോർഷനാണ് ഉള്ളത്. ഒന്നൊരു മൊബൈൽ ആപ്ലിക്കേഷനും ഒന്ന് വെബ് പോർട്ടലുമാണ്. 2 പോർഷനാണ് നമുക്ക് ഈ മുറ്റത്തമുല്ല ആപ്ലിക്കേഷനിൽ നമുക്ക് ഉള്ളത്. കേൾക്കാലോ അല്ലെ? ക്ലിയർ അല്ലേ? ഇതില് നമുക്ക് ഇതിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. അതില് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നമ്പർ ഇതിനകത്ത് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇതില് നമുക്ക് പെർഫെക്റ്റിന്റെ സോഫ്റ്റ്വെയർ വാങ്ങണമെന്ന് നിർബന്ധമില്ല. മീൻസ് എന്താ പറയാ, ഏത് CBS ഉള്ള ഏത് സംഘത്തിലും ഈ മുറ്റത്തല ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, ഈ ആപ്ലിക്കേഷൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഒരു വെബ് പോർട്ടലും ഉണ്ടാവും. ഇത് മലയാളത്തിലും നമുക്ക് ഇന്റർഫേസ് ഉണ്ട്, ഇംഗ്ലീഷിലും ഇന്റർഫേസ് ഉണ്ട്. സാധാരണ ഏറ്റവും പുരുഷോത്തമ സാർ പറഞ്ഞ പോലെ ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും എന്താ പറയുക, കമ്പ്യൂട്ടർ ലിറ്ററസി ഇല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ പാർട്ട്. അതില് നമ്മള് പുരുഷോത്തമ സാർ നമ്മളെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ഇതില് നമ്മൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു വീട്ടില് ഒന്നിലധികം ലോണ് കൊടുക്കേണ്ട തീരുമാനിച്ചാൽ അത് ബ്ലോക്ക് ചെയ്യാനും അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനുമുള്ള പ്രൊവിഷൻ ഓപ്ഷൻ ഇട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റേഷൻ കാർഡ് അടക്കം വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആധാറിൽ നിന്ന് QR കോഡ് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക് ഡാറ്റ നമുക്ക് ഈ മുറ്റത്തമുല്ല ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഇത് നമ്മൾ അതിന്റെ സെക്യൂരിറ്റി പാർട്ടാണ്. ഇതിന്റെ സെക്യൂരിറ്റി ഒതന്റിക്കേഷനും മറ്റ് സ്റ്റോറേജ്, ഒരു സാധനം വരെ നമ്മൾ ലോക്കലായിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല. അതായത് ലോക്കല് നമ്മുടെ മൊബൈലിൽ ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇതിന്റെ IME വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഏജന്റിനെയൊക്കെ നമ്മൾ ഇതിലേക്ക് എൻറോൾ ചെയ്യുന്നത്. അതേപോലെ എല്ലാ ട്രാൻസാക്ഷനും എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അതേപോലെ ലോൺ കൊടുക്കുമ്പോൾ തന്നെ ലോണിയുടെ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ ഈ OTP നമ്മൾ ലോൺ കൊടുക്കുന്ന സമയത്ത് ഈ തരുന്ന മൊബൈൽ നമ്പർ ശരിക്കുള്ളതാണോ എന്നുള്ളത് അപ്പം തന്നെ നമ്മൾ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അയാളെ ആവശ്യം വന്നാൽ വിളിക്കുമ്പോൾ കിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ സേഫ് ആകാൻ വേണ്ടി ഈ വെരിഫിക്കേഷൻ, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ നമ്മൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ലോൺ അളവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ബാങ്കിൽ ഇതിന്റെ ആക്സസ് കിട്ടുന്നതുകൊണ്ട് ഈ ലോണ് കൃത്യമായിട്ടാണോ ഇവര് വിതരണം ചെയ്തിരിക്കുന്നു, അതിന്റെ കളക്ഷൻസ് കൃത്യമായിട്ട് വരുന്നുണ്ടോന്നും അതിന്റെ ഓവർവ്യൂ എങ്ങനെയുണ്ടെന്നും എല്ലാ കാര്യങ്ങളും ബാങ്കിന് വേണമെങ്കിൽ
സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് അവരൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു പീരിയോഡിക്കലി ചിലപ്പോൾ വാങ്ങുന്നുണ്ടാവും. അത് വാങ്ങാതെ തന്നെ ഏത് സമയത്തും ഇതിന്റെ ആക്സസ് ചെയ്ത് എടുക്കാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ ആക്റ്റീവായിട്ട് ഒരു ലോൺ ഉണ്ടെങ്കിൽ വേറെ ആ കുടുംബശ്രീയിൽ നിന്നോ അല്ലെ വേറെ ഏത് കുടുംബശ്രീയിൽ നിന്ന് അയാൾക്ക് ലോൺ ഉണ്ടെങ്കിൽ അപ്പം തന്നെ വെരിഫൈ ചെയ്ത് ഒരു വാലിഡേഷൻ മെക്കാനിസം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂ ആയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് കോള് വിളിക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ലോൺ കളക്ഷന്റെയും ബാലൻസ് എൻക്വയറിന്റെയും പ്രൊവിഷൻസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 1000 രൂപയ്ക്ക് നമ്മുടെ സർക്കിൾ പ്രകാരം 5 രൂപ ചാർജസ് പിടിക്കാനുള്ള പ്രൊവിഷൻ അത് നമുക്ക് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യും. അത് ഒരു കാര്യം വരെ ഈ പറയുന്ന ആൾക്കാർ എൻട്രി ചെയ്യേണ്ട ആവശ്യം മീൻസ് എന്താ പറയാ കാൽക്കുലേഷൻ ഒന്നും എൻട്രി ചെയ്യേണ്ട ആവശ്യം. ഓട്ടോമാറ്റിക് 52 ആഴ്ച കൊടുത്താൽ 52 ആഴ്ചയും തിരിച്ചടക്കേണ്ട എമൗണ്ട് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വരും. പിന്നെ അതേപോലെ SMS ഓട്ടോമാറ്റിക് പോവും. അത് ബാങ്കിൽ SMS ചെയ്ത ആ എന്താ പറയാ ഷോർട്ട് കോഡിൽ നിന്ന് തന്നെയാണ് പോവുക. അതല്ല ഇനി വേറെ സോഫ്റ്റ്വെയർ വെണ്ടറിന്റെ ഉള്ള CBSE ചെയ്യുന്ന ബാങ്കിലാണ് ഈ മുറ്റത്തമുല്ല ആപ്ലിക്കേഷൻ ചെയ്യുന്നത്, നമ്മുടെ മുറ്റത്തമുല്ല ആപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ അവരുടെ ഷോർട്ട് കോഡും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതേപോലെ ലോൺ പ്രീ ക്ലോഷർ ഫെസിലിറ്റി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിലുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിനകത്ത് ഒന്ന് ഇട്ടേക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം. സാറേ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും മറുപടി നമുക്ക്. ഇതിന്റെ കോസ്റ്റ് എങ്ങനെ വരുമെന്നുള്ളത് സാറേ പറയുന്നത്? നിങ്ങള് കോസ്റ്റ് ആവറേജ് എനിക്ക് തോന്നുന്നത് നമുക്ക് ചെറിയ ബാങ്കുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ഇതിന്റെ വോളിയം അനുസരിച്ചാണ് സാറിന് ചെയ്യുന്നത്. ഒരു അറൌണ്ട് 50,000 ആണ് ഇതിന് കോസ്റ്റ് വരിക, ഈ ആപ്ലിക്കേഷനും അതേപോലെ വെബ് പോർട്ടലെല്ലാം അടക്കം. വൺ ടൈം പേയ്മെന്റ് ആണോ അതോ വൺ ടൈം പേയ്മെന്റ്? വൺ ടൈം ഒരു എന്താ പറയാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ AMC ആണ്, 1 year വാറന്റി ആണ്. അത് കഴിഞ്ഞ് AMC ആണ്. 1 year കഴിയുമ്പോൾ എത്ര സാറേ റേറ്റ്? 20% AMC വരും. 20%. ഓക്കെ താങ്ക് യു സാർ. ഇനി നമുക്ക് കൂടുതൽ വോളിയം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ താങ്ക് യു സാർ. അടുത്തതായിട്ട് നമ്മുടെ അത് ARC ഫയൽ ചെയ്യുന്ന സെക്രട്ടറി, അത് നമുക്ക് ലാസ്റ്റ് മണർകാട് പുരുഷോത്തമൻ സാർ മറുപടി പറയാം. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സോഫ്റ്റ്വെയർ വെണ്ടർ കൂടിയായിട്ടുള്ള NAVPlusന്റെ MD പ്രിയപ്പെട്ട പ്രസാദ് സാറിനെ ക്ഷണിച്ചു. നമസ്കാരം. ഈ വൈകിയ വേള എല്ലാവർക്കും ഹാർദവമായ നമസ്കാരം. ഇതിൽ അധ്യക്ഷത വഹിച്ച ബൈ സാറിനും ഒപ്പം തന്നെ മണ്ണാർക്കാട് പുരുഷോത്തമൻ സാറിനും ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങളുടെ അടുത്ത് മുമ്പിൽ ഇത് ഒരു 3 വർഷം മുമ്പാണ് അന്നിരുന്ന സെക്രട്ടറി ശ്രീമാൻ ബൈജു സാറ് പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഏതാണ്ട് 10 ലക്ഷം രൂപയോളം അല്ലെങ്കിൽ 5 ലക്ഷം രൂപയോളം ഒരു ഗ്രൂപ്പിന് ലോൺ കൊടുക്കുന്നു. പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞ സാറിന് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വിസിബിലിറ്റി, അതായത് ഈ കൊടുക്കുന്ന പണം ഇവർ 10 പേർക്കോ 15 പേർക്കോ കൊടുത്തിട്ടുണ്ടോ, കൊടുത്തെങ്കിൽ എത്ര വീതം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു വിസിബിലിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് അതിനൊരു മാർഗം അന്വേഷിച്ചാണ് എൻ്റെ അടുത്ത് അദ്ദേഹം എന്നോട് അപ്രോച്ച് ചെയ്യുന്നതും. ഇതിനു വേണ്ടി ഞാനൊരു 6 മാസം കഴിഞ്ഞാണ് ഞാൻ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. അതായത് ബാങ്കിൽ കൊടുത്ത സൊല്യൂഷൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് കൊടുക്കുന്നത്. ബട്ട് അതിനകത്ത് അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനോടൊപ്പം അവർക്ക് PC ഒന്നും വേണമെന്നില്ല, PCയോ ലാപ്ടോപ്പോ ഒന്നും വേണമെന്നില്ല. ഈവൻ ഒരു 10,000 രൂപ വരെയുള്ള ഒരു ടാബിൽ പോലും ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും. ആ രീതിയിലൊരു സൊല്യൂഷനാണ് അവർക്ക് ഞാൻ കൊടുത്തത്. ഇത് കൂടാതെ ഇതിനെ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള മെമ്പേഴ്സിന് ഇതിനകത്തുള്ള ഇപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള 10-20 പേരുണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം ഇടപാടുകൾ, അവർക്ക് അടച്ച ലോണിൻ്റെ വിവരങ്ങളോ അല്ലെങ്കിൽ അവരെടുത്ത ലോൺ, പിന്നെ അവരുടെ ഡെപ്പോസിറ്റ്, പിന്നെ അവർക്കൊരു ഡെപ്പോസിറ്റ് കാണും, ഒരു ലോണും കാണും. അതിൻ്റെ വിവരങ്ങൾ പോലും അവർക്കൊരു മൊബൈൽ ആപ്പ് വഴി കാണാനുള്ള സംവിധാനം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിലിരിക്കുന്ന, അതായത് ഇതിൻ്റെ ഒരു കൺട്രോളിങ് മെക്കാനിസം എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിനെയാണ് ഞാൻ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരാണ് ഇതിനകത്തുള്ള യൂസേഴ്സിനെ അസൈൻ ചെയ്യുന്നതും ഏജൻറ്റോ വാട്ട് ഓവർ ദ തിങ് അസൈൻ ചെയ്യുന്നു. ഒരു ബാങ്ക് പോലെ തന്നെ അസൈൻ ചെയ്യുന്നു. ബട്ട് ഈ ഗ്രൂപ്പ് തമ്മിലുള്ള ഇവർക്ക് അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല. പക്ഷേ HOയ്ക്ക് ഈ ഇടപാടെല്ലാം ഇവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡേ ബുക്കോ അതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതായത് R&D എൻ്റെ തിങ് ഇവർക്ക് HOയ്ക്ക് മോണിറ്റേഡ് ആണ്. ബട്ട് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഇവർക്ക് കാണാൻ പറ്റില്ല.
ഈ ഒരു സംവിധാനമാണ് അവരെന്നോട് ആവശ്യപ്പെട്ട് ഞാനതാണ് ചെയ്തു കൊടുത്തിരിക്കുന്നതും. ഇത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ അതിനകത്തൊരു സാമ്പത്തികം നോക്കിയിട്ടല്ലെന്നുള്ളത് അവർക്കും അറിയാം. ഞാൻ എൻ്റെ ഒരു സാമ്പത്തികമായിട്ട് എന്നെ കണ്ടിട്ടുമില്ല. അതിൻ്റെ ഒരു നമ്മുടെ ഒരു മീൻസ് ഓഫ് ഇൻകോട്ട് എന്നെ കണ്ടിട്ട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഞാൻ ചെയ്തിരിക്കുന്നതും. വളരെ തുച്ഛമായ ഒരു റേറ്റാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നതും. അതൊരു കൊമേഴ്സ്യൽ മോഡലായിട്ടൊന്നും അല്ല ഞാനത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിൽ വേണം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അത് ആവശ്യാനുസരണം സാറ് ഈ റെസ്പെക്റ്റീവ് ബാങ്കിനെ തന്നെ ബന്ധപ്പെട്ടാൽ മതിയാവും. പ്രിഫറബിളി നിങ്ങൾ അവിടെ പോയി നോക്കുക, എന്താണെന്നുള്ള ശരിക്കും നോക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. ഞാൻ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്തല്ല അതിനെ കണ്ടിരിക്കുന്നത് എന്ന് മാത്രം. പക്ഷേ ഇത് ചെയ്തതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് കെനിയ പോലൊരു സ്ഥലത്ത്, വിദേശ രാജ്യമാണത് കെനിയ എന്ന രാജ്യത്ത്, അവിടെ കാരിത്താസിൻ്റെ കീഴിലുള്ള 218 ഇതേപോലുള്ള ഗ്രൂപ്പുകളെ ഒറ്റ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന് ഉള്ള ഒരു അനുഭവ സമ്പത്ത് എനിക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് 206 ഗ്രൂപ്പിലായിട്ട് കിടക്കുന്ന 2,37,000 ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം കൊടുക്കാൻ സാധിച്ചു. നമ്മൾ ഇതേ കാണുന്ന ഫെസിലിറ്റി അന്ന് ഇതേപോലെ ഒരു അസംഘടിത മേഖലയിലാണ് അവിടെ ഫണ്ട് ട്രാൻസ്ഫർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ ഒരു കൺട്രോളിങ് മെക്കാനിസം വഴി അത് 206 ബുക്കിൽ കിടന്ന സാധനത്തിനെ ഒറ്റ ബുക്കിലായിട്ട് മാറ്റി ഇതിൻ്റെ പ്രയോജനം 2,35,000 ആൾക്കാരിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചു. അതായത് അവിടെ ഒരു നെയ്റോബി എന്നൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണ് ഈ സാധനം നടപ്പിലാക്കിയത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കേരളം മൊത്തമാണ് നടപ്പിലാക്കിയതിന് തുല്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടെ. ഇതാണ് ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് എൻ്റെ നമ്പർ നിങ്ങളുടെ ബഹുമാനപ്പെട്ട അഡ്മിൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിനോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുക. സാർ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ. സാറിന്റെ നമ്പറോട് ഒന്ന് ഷെയർ ചെയ്ത് പറയാമോ? ആർക്കെങ്കിലും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം സാർ. ഞാൻ സാറിന് ഞാൻ നമ്പർ പറഞ്ഞാൽ മതിയോ, ഷെയർ ചെയ്താൽ മതിയോ ഇതിനകത്ത്? പറഞ്ഞാൽ മതി. ആവശ്യമുള്ളവർ നോട്ട് ചെയ്തോളൂ. 9447048945. വീണ്ടും ഒന്നുകൂടെ പറയാം, 9447048945. എൻ്റെ പേര് പ്രസാദ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ബിജു സാറും കൂടെ ഒന്ന് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് പറയാമോ? താങ്ക് യു. താഴെ ഷെയർ ചെയ്തത് ജിമ്മി. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഇതിന് ഇൻഷുറൻസ് പദ്ധതി, നമ്മുടെ സഹകരണ വീക്ഷണം പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം നമുക്ക് ക്ലാസ് എടുത്ത് തന്നതാണ്. പക്ഷെ മണർകാടുകാർക്ക് ഇൻഷുറൻസ് സ്കീം ആവിഷ്കരിച്ച് നൽകിയത് അദ്ദേഹമാണ്. ഒടാട്ട് വിശ്വനാഥ് സാറാണ്. കേരളത്തിലെ സഹകരണ മേഖലയിലും അല്ലാതെയും എല്ലാം വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ നൽകി സഹകരണ മേഖലയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന നമ്മുടെ വിശ്വനാഥ് സാറ്, അദ്ദേഹത്തെ ഈ എങ്ങനെ മുറ്റത്തുമുള്ള വായ്പ പദ്ധതി ഈ ഇൻഷുറൻസ് പരിരക്ഷ സുരക്ഷിതമായി നൽകാം എന്നതിനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചു. മൈക്കോണല്ലോ സാറേ, മൈക്കോണല്ലോ കേട്ടോ സാറേ. മൈക്ക് മ്യൂട്ടാണ് വിശ്വാസ് സാറേ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ മുറ്റത്തുമുല്ല വായ്പാ പദ്ധതിയിൽ എൻ്റെ ഇൻഷുറൻസ് പദ്ധതി ഞാനാണ് നടപ്പിലാക്കിയിരുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 50,000 രൂപയ്ക്ക് 180 രൂപയോളമാണ് നമ്മൾ അന്ന് വാങ്ങിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്ത ഇടയായിട്ട് കുറച്ച് ക്ലെയിമുകളൊക്കെ ഈ പദ്ധതിയിലല്ല, മൊത്തത്തിൽ കൂടിയത് കൊണ്ട് LIC അത് 200 രൂപയാക്കിയിട്ടുണ്ട്. ഈ വായ്പാ പദ്ധതികളിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പലതരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വായ്പക്കാർക്ക്. ഒന്നുകിൽ അസുഖം വരിക, അല്ലെങ്കിൽ അപകടങ്ങൾ പറ്റുക,
അല്ലെങ്കിൽ പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നമുക്ക് സംരക്ഷിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇതിനായിട്ട് പലവിധ പോളിസികളുണ്ട്. ഇത് ബാങ്കിലെ ഡെപ്പോസിറ്റേഴ്സിന് വേണ്ട പോളിസികൾ നമുക്ക് ഉണ്ടാക്കാം. ബാങ്കിലെ ലോണീസിന് വേണ്ട പോളിസികൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ലോണീസിനുള്ള പോളിസികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ടേം ലൈഫ് കവറാണ്. ടേം ലൈഫ് കവർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവിക മരണോ അപകട മരണോ എല്ലാം കവർ ചെയ്യും. 50ഓളം അപകടങ്ങൾ കവർ ചെയ്യും, ഒപ്പം സ്വാഭാവിക മരണവും കവർ ചെയ്യും. അതുകൂടാതെ തന്നെ ഒരു 15ഓളം ക്രിട്ടിക്കൽ ഇൽനസ് പോളിസികൾ കവർ ചെയ്യുന്ന പോളിസികൾ ഇന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ മാരക രോഗങ്ങൾ 15ഓളം മാരക രോഗങ്ങളിൽ ഏത് വന്നിട്ട് ഈ തിരിച്ചടവിനെ ബാധിച്ചാലും ഈ വ്യക്തിക്ക് മുൻകൂറായിട്ട് നമുക്ക് പൈസ കൊടുക്കാൻ പറ്റും. ഇതൊരു ബെനിഫിറ്റ് പോളിസി ആയതിനാൽ അവർക്ക് ഇതിന്റെ ബില്ലോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരണ്ട. അവർക്ക് ആ അസുഖം ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ ആശുപത്രി പ്രതിദിന ബത്ത കിട്ടുന്ന പോളിസികൾ, ഒരു ദിവസം 1000 രൂപ, 2000 രൂപ, 5000 രൂപ വരെയുള്ള പ്രതിദിന ബത്ത നമുക്ക് ആശുപത്രി കിടന്നാൽ ഇതിനൊക്കെ വെറും 500 രൂപ, 1000 രൂപയൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ ഒരാൾക്ക് വേണ്ടി വരുള്ളൂ. 60 വയസ്സ് വരെയുള്ള ആളുകളെ നമുക്ക് ഇതിൽ ചേർക്കാനും പറ്റും. അതുമാതിരി 50ഓളം അപകടങ്ങൾ കവർ ചെയ്യുന്ന ഒരു പോളിസിക്ക് വെറും 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ആ 50ഓളം അപകടങ്ങൾ മൂലം മരണം സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ വായ്പ എടുത്ത വ്യക്തിയാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മെമ്പർമാർക്ക് ഈ വക സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുമായി വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള പ്ലാനുകൾ ഇന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾ ഏതെങ്കിലും ബാങ്കുകൾ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എൻ്റെ നമ്പർ 9895768333 9895768333 എന്നാണ്. ഇപ്പോൾ ഈ ഇത്രയും സമയമായതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി വേറെ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇതേമാതിരിയുള്ള മീറ്റിങ്ങിൻ്റെ ഇടയിലോ അല്ലാതെയോ ഇതിനെക്കുറിച്ച് സുദീർഘമായിട്ടുള്ള ചർച്ചകളോ ക്ലാസ്സുകളോ ഇനിയും സംഘടിപ്പിക്കാവുന്നതാണ്. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതുമായി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത ആളുകളുമായിട്ട് സംസാരിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ആര് ചോദിക്കുന്ന കേട്ട് കേസ് ഫയൽ ചെയ്യുവാണെങ്കിൽ ആർക്ക്, സെക്രട്ടറിക്കും പ്രസിഡന്റും എതിരെയാണോ ഫയൽ ചെയ്യേണ്ടത്, അതോ കുടുംബശ്രീക്ക് എതിരെയാണോ ഫയൽ ചെയ്യേണ്ടതെന്ന് ഇടയ്ക്ക് ആരോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പുരുഷോത്തമൻ സാറേ മറുപടി ഒന്ന് പറയും. ഇതിൽ നമ്മൾ ഈ കുടുംബശ്രീ യൂണിറ്റിനാണ് നമ്മൾ വായ്പ കൊടുക്കുന്നത്. അപ്പൊ കുടുംബശ്രീ യൂണിറ്റിന് കൊടുക്കുന്ന ലിങ്കേജ് വായ്പയുടെ അതേ മാതൃകയിലുള്ള സെക്യൂരിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു കുടുംബശ്രീയുടെ കൂട്ടുത്തരവാദിത്തമാണ് മുറ്റത്തമുല്ലയുടെ നടത്തിപ്പ്. അത് അവർ രണ്ടുപേരെ ഡെലിഗേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് ആ രണ്ടുപേർക്ക് മാത്രമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്തം പരിമിതപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ആ നിലയിൽ മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ എഗ്രിമെന്റ് ഒപ്പിട്ട് വാങ്ങാറുണ്ട് ലിങ്കേജ് ലോണ്. അതേ രൂപത്തിലാണ് ഇതിന്റെ സെക്യൂരിറ്റി. അതുകൊണ്ട് 15 അംഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ARC ഫയൽ ചെയ്യേണ്ടത് 15 അംഗങ്ങളുടെയും പേരിലാണ്. ഓക്കെ. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ ഈ ARCയുടെ പിന്നെ നിയമപരമായ സാധ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ത്രികക്ഷി കരാർ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ലീഗലി സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അല്ലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടോ അല്ലെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടോ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പെട്ടെന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ആർക്കും മറ്റ് സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ വളരെ മികച്ച രീതിയിൽ സംരക്ഷണത്തിന്റെ 30ാമത് ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു ഇത്. സഹകരണ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പഠന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മളിത് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പല സഹകരണ സ്ഥാപനങ്ങളും ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ട് പരാജയപ്പെട്ടെന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് പൂർണ്ണമായും എങ്ങനെ വിജയിപ്പിക്കാം എന്നതിനെ കുറിച്ചുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ പുരുഷോത്തമൻ സാർ ആലോചിച്ചു, കുമാരപുരം സർവീസ് സഹകരണ ബാങ്ക് ആലോചിച്ചു, അങ്ങനെ കുറച്ചേറെ സ്ഥാപനങ്ങൾ ആലോചിച്ചു. പക്ഷെ മറ്റുള്ളവർ ഒരു പേരിന് മാത്രം അല്ലെ സർക്കാർ പദ്ധതിയുടെ ഭാഗമായി മാത്രം ഇത് പറഞ്ഞു അല്ലെ ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഇതിന്റെ ഡേറ്റ
മന്ത്ലി ബാലൻസ് എത്ര കൊടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തിരക്കുമായിരുന്നു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരും അതിനെ നിർത്തി. മറ്റേത് കൊടുക്കുക ലോൺ ഒരു പ്രഷർ ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് ആ പ്രഷറും ഇല്ലാതെ വരുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. പക്ഷെ ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള സോഫ്റ്റ്വെയറുകൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ കണക്കെഴുതിയാൽ ഉറപ്പായിട്ടും അത് കണക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ സോഫ്റ്റ്വെയർ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ മരണം ഇത് പെട്ട് കഴിയുമ്പോൾ വായ്പ തിരിച്ചടവിന് വീട്ടുകാർ ചില ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇൻഷുറൻസും അത് വിശ്വാസ് സാർ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ഈ ഇൻഷുറൻസ് പദ്ധതി ഈ LIC ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ ആക്കാൻ പറ്റും. അപ്പം അതും ഒരു നല്ലൊരു കാര്യമാണ്. ചുരുങ്ങിയ പൈസയ്ക്ക് ഇൻഷുറൻസ് രക്ഷ ലഭിക്കുന്നത്. ഇപ്പം നമ്മുടെ മറ്റു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളാണ് 1000 2000 രൂപയൊക്കെയാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് മേടിക്കുന്നത്. അപ്പം ആർക്കെങ്കിലും ഇതിൽ അപകടം പറ്റുവാണെങ്കിൽ അവിടെ അടച്ചു കിട്ടി, ഞങ്ങൾക്ക് കിട്ടി, ആ മരിച്ച ആളുടെ ഫാമിലി പറയും ഞങ്ങൾ അടപ്പിച്ചില്ല, നിങ്ങൾ അടപ്പിക്കുന്നു, അങ്ങനൊരു പേരുദോഷം നമുക്കുണ്ടാകും. പക്ഷെ അവർ മേടിക്കുന്ന എമൗണ്ട് അത് ഇൻഷുറൻസ് കമ്പനിക്ക് അടച്ചില്ലെങ്കിൽ പോലും അവരുടെ സെൽഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ പോലും അവർക്ക് അതൊരു വലിയൊരു ലാഭമായിട്ട് വരുന്നൊരു കാര്യമുണ്ട്. അപ്പം തുച്ഛമായ ഒരു എമൗണ്ട് ആണെങ്കിലും ഏതെങ്കിലും ഇതുപോലെ LIC ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സ്ഥാപനമായിട്ട് ടൈപ്പിൽ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. അപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും സഹകരണ വീക്ഷണം എന്ന് പറയുന്ന കേരളത്തിലെ സഹകരണ മേഖലയിലെ ഒരു പുതിയ കൂട്ടായ്മ, പുത്തൻ ഉണർവ് നൽകുന്ന ഒരു കൂട്ടായ്മയുടെ പേരിൽ അഡ്മിൻ പാനലിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു സാർ.